يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا صاحب الوقت جبهتي تحت نعالكم أعظ بحكم نيابة عنكم يا صاحب البغداد كل حاضري يا مطلب الحاجات عبد القادر يا صاحب الأجمير كل ناصري يا مطلب الحاجات خواجة سنجري يا صاحب المدبور كل حافظي يا مطلب الحاجات سيم الولي ആദരണീയരായ പണ്ഡിതന്മാരെ, സമാദരണീയരായ കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതാക്കളെ, SYSന്റെ SSFന്റെ സഹപ്രവർത്തകരെ, പ്രിയങ്കരരായ മുഅല്ലിം മുതഅല്ലിം സുഹൃത്തുക്കളെ, മഹ്ദറത്തുൽ ബദരിയയും സാദാത്തുക്കളുടെ ദുആയും നസീഹത്തിനുമൊക്കെ ഒരുമിച്ച് കൂടിയ പ്രിയങ്കരരായ യുവ സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംരംഭം അല്ലാഹു പൊരുത്തപ്പെടുന്ന ഇബാദത്തായി നമ്മിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, അവരുടെ ഭർത്താക്കന്മാർ, ഭാര്യമാർ, കുട്ടികൾ, കുടുംബക്കാർ, കൂട്ടുകാർ, വിദേശത്തും സ്വദേശത്തുമുള്ള നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹികൾ, സംഘടനാ സ്ഥാപന ബന്ധുക്കൾ, സഹകാരികൾ, ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ചവർ, ഇതിലേക്ക് എന്നെ ക്ഷണിച്ചവർ, ക്ഷണിക്കാൻ കാരണമായവർ, ഇവിടെ എത്തിയപ്പോൾ സ്വീകരിച്ചവർ, ഭക്ഷണം തന്നവർ, എല്ലാവരെയും അല്ലാഹു തആല അവന്റെ മുഖറബുകളായ ഇബാദുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെയും അവരെയും അവന്റെ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്തു സ്വർഗീയ ആരാമത്തിൽ സംഗമിപ്പിച്ച് അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ. നമ്മെയും അവരെയും അവന്റെ കത്തിക്കാളുന്ന നരകാഗ്നിയെ തൊട്ട് അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെയും അവരുടെയും ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ സകല പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളുമൊക്കെ അല്ലാഹു എളുപ്പത്തിൽ തീർത്ത് ശിഫയാക്കി തരട്ടെ. പൂർണ്ണമായ ആഫിയത്തോടെ റാഹത്തോടെ അവന്റെ ദീനന്റെ ഖുദുമത്തിൽ അല്ലാഹു നമുക്കും അവർക്കും ദീർഘായുസ് നൽകട്ടെ. മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോടെ കലിമത്തു ഷഹാദ ഉച്ചരിച്ച് സന്തോഷത്തോടെ മരിക്കാൻ അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സ്, നമ്മുടെ എല്ലാ സദസ്സുകളും അല്ലാഹു സബബാക്കി തരട്ടെ. മഹാന്മാരായ ബദരീങ്ങളുടെ ഹുദൂരിയത്തുള്ള ആ മഹാന്മാരുടെ കാവലും പൊരുത്തവുമുള്ള മജ്ലിസാക്കി നമ്മുടെ മജ്ലിസിനെയും പൊരുത്തമുള്ളവരാക്കി നമ്മെയും സ്നേഹികളെയും അല്ലാഹു തആല മാറ്റി തരട്ടെ. സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ,
മഗ്രിബ് മുതൽ തുടങ്ങിയ പരിപാടി ഒരൽപ്പം താമസിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് മഹ്ളറത്തുൽ ബദരിയയും ഉസ്താദുമാരുടെയൊക്കെ പ്രഭാഷണങ്ങളും സയ്യിദ് അവറുകളുടെ നല്ല ദുആയും ഒക്കെ ലഭിച്ച സദസ്സാണ്. ഇനി നമുക്ക് ഉപസംഹരിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കുറേ സമയം വഅദ് പറഞ്ഞ് നിങ്ങളെ ഞാൻ പ്രയാസപ്പെടുത്തൂല. നമുക്ക് ഒരല്പസമയം, കുറെ യാത്ര ചെയ്ത് വന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഒരല്പസമയം നമുക്ക് അള്ളാഹുവിന്റെ ദീന് പറയാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കേൾക്കുന്നത് ജീവിതത്തിൽ പകർത്താനും പറയുന്നത് ജീവിതത്തിൽ കൊണ്ടുവരാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങളാരും വാച്ചിൽ നോക്കേണ്ടതില്ല. ഞാൻ കറക്റ്റ് സമയത്ത് വഅദ് മതിയാക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഉസ്താദ് എപ്പോഴാണ് നിർത്തുക എന്ന് ആലോചിച്ചിട്ട് ബുദ്ധിമുട്ടരുത്. ഞാൻ വളരെ പെട്ടെന്ന് വഅദ് നിർത്തും ഇൻഷാ അല്ലാഹ്. നമുക്ക് മഹാന്മാര് ജീവിച്ചതുപോലെ ജീവിക്കാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിഅമത്ത് നമുക്ക് തന്നിട്ടുണ്ട്. ധാരാളം നിഅമത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചൊരിച്ചു തന്നു. ആ നിഅമത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിഅമത്താണ് നമ്മൾ ഇത്തരം സദസ്സുകളിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നൽകിയ ഭാഗ്യം. ഇതൊരു ചെറിയ കാര്യമല്ല. കാരണം നിഅമത്ത് മേലെ എങ്ങനെ പോവാ? പഴയ കാലത്തൊന്നും കണ്ണൂക്കാര് മേലോട്ട് നോക്കേണ്ടതില്ല. വെടിയേറ്റം പൊട്ടുന്നതൊക്കെ നോക്കിയാൽ മതി. ആകാശത്തിലേക്ക് വെടിവെക്കുന്ന കാര്യമായിട്ടും നോക്കിയാൽ മതി. ഇപ്പോ ഫ്ലൈറ്റും കൂടെ പോകുന്നതുകൊണ്ട് ഇടക്കിടക്ക് ഇപ്പൊ അത് പോകും. ഇപ്പൊ നിങ്ങളിങ്ങനെ മേലോട്ട് നോക്കേണ്ടതില്ല. മാത്രല്ല പുറത്തുനിന്ന് വന്ന ആൾ വിചാരിക്കും ഇവരെന്താടോ ഈ കണ്ണൂക്കാരിങ്ങനെ ഒരു ഫ്ലൈറ്റ് പോകുമ്പോൾ മേലോട്ട് നോക്കുന്നത്. കാരണം ഗൾഫിലൊക്കെ പോകുന്ന ആളുകളുടെ തലന്റെ മേലെ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാറിക്കളിക്കും. നമ്മുടെ നാട്ടിൽ പക്ഷി പോകുന്ന പോലെ. അപ്പൊ അവരാരും അതിനെ മെയിൻറ്റെയിൻ ചെയ്യാറില്ല. ആകെ മെയിൻറ്റാക്കുന്നത് തിരിച്ചു വരാനും പോകാനുമുള്ള സമയത്തിൽ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെ നാട്ടിലെ എയർപോർട്ട് വന്നതുകൊണ്ട് ഇനിയിപ്പോ നമ്മളതിങ്ങനെ നോക്കി നിന്നിട്ട് നമ്മളൊരു പൊട്ടന്മാരാകണ്ട. അതുകൊണ്ട് ആരും മേലോട്ട് നോക്കണ്ട. മേലോട്ട് ഈ ശബ്ദം കേൾക്കുന്നത് ഫ്ലൈറ്റ് ആണ് എന്ന് ആദ്യമേ കരുതി ഉറപ്പിച്ച് സദസ്സിലിരിക്കുക. അത് അതിന്റെ സ്ഥലത്തൂടെ ഇങ്ങനെ പോകും. കുല്ലും ഫീ ഫലക്കിൻ യസ്ബഹൂൻ. അള്ളാഹ് കണക്കാക്കിയ സ്ഥലത്തൂടെ അതിങ്ങനെ പോകും. നമ്മളെ തലമ എന്തായാലും അള്ളാഹു തആല അത് ഇടാതിരിക്കട്ടെ. സഹോദരങ്ങളെ, അപ്പൊ ഏറ്റവും നല്ല ഒരു മജ്ലിസിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകിയിട്ടുണ്ട്. ആ തൗഫീഖിന് നമ്മൾ എപ്പോഴും അല്ലാഹുവിന് ശുക്റുള്ളവരാകണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കാര്യമായി നമ്മെ ബോധ്യപ്പെടുത്തിയ ഒരു വിഷയമാണ് നമ്മുടെ സമയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹ്ശറയുടെ പ്രളയവും പ്രയാസങ്ങളും ഒക്കെ ബോധ്യപ്പെടുത്തി. മറ്റുള്ള അമ്പിയാക്കൾ പറഞ്ഞതുപോലെയോ അവർ പഠിപ്പിച്ചതുപോലെയോ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയത് വിഷയങ്ങൾ കണ്ടുവന്നിട്ടാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് അമ്പിയാക്കൾ പോലും പരിചയപ്പെടുത്തിയത് മലക്കുകൾ മുഖേന കിട്ടിയ വഹയിലൂടെയും അല്ലാഹു തആല പഠിപ്പിച്ച ഇൽമിലൂടെയുമാണ്, കണ്ടിട്ടല്ല. അതേ സമയത്ത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, നിങ്ങള് സ്വലാത്തിനൊരു ആഫിയത്ത് പോരാ. മുഹമ്മദുർ റസൂൽ, അവിടെ ശബ്ദം കേൾക്കണില്ലേ? ഞാൻ പറയുന്ന ബോക്സിന് ശബ്ദം ഉണ്ടോ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമുക്ക് ബോധ്യപ്പെടുത്തിയത് പറഞ്ഞു കേട്ടിട്ടല്ല, കണ്ടിട്ടാണ്.
അത് മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രത്യേകതയും കൂടിയാണ്. മറ്റു ഒരു നബിക്കും ഒരു റസൂലിനും ആ ഒരു മഹത്വം പറയാനോ അവകാശപ്പെടാനോ ഇല്ല. ഫഖർനാ ബിജാഹിൽ മുസ്തഫാ കുല്ല ഉമ്മത്തിൻ അലൈഹിം ലനാജാഹും വമജ്ദും മുളഅഫൂ. മഹാന്മാര് പറഞ്ഞതാണ്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് എന്തൊരു ഫഖറാണ്, എന്തൊരു വലിയ ഉയർച്ചയാണ് അല്ലാഹു തആല നമുക്ക് നൽകിയത്. മറ്റു ഉമ്മത്തികളെക്കാൾ സമൂഹത്തെക്കാളൊക്കെയും നമുക്ക് അല്ലാഹു തആല വലിയ പവർ നൽകി, വലിയ ഫഖർ നൽകി. മറ്റൊരാൾക്കുമില്ലാത്ത ബഹുമാനവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന കാരണം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള അമ്പിയാക്കളുടെ അനുയായികൾ മുഴുവനും കൊതിച്ചുപോയ നേതൃത്വമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഫമാ ഫീഹിം മിത്ലുർ റസൂലില്ലദീ ലനാ റസൂലുൻ അലൽ കുർസി വൽ അർശി മുശ്രിഫൂ. ആ ഉമ്മത്തികളിലൊന്നും അങ്ങനെ ഒരു നബി ഉണ്ടായിരുന്നില്ല. അർശിലും കുർസിലും സകലയിടങ്ങളിലും പ്രകാശിക്കുന്ന പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എല്ലാ ദിവസവും സുബഹിക്ക് കറക്റ്റായി സ്വർഗത്തിലെ വാതിൽ തുറക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്ന ശബ്ദം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വർഗത്തിന്റെ വാതിലിന്റെ മേലെയും അത് എഴുതി വെച്ചിട്ടുണ്ട്. അർശിന്റെ മേലെയുണ്ട്, കുർസിന്റെ മേലെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പേരുകൾ രേഖപ്പെടുത്തുന്ന സ്ഥലത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുണ്ട്. അതുകൊണ്ട് ജനങ്ങളെ, ഈ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തായതിൽ നാം എത്ര വലിയ ഭാഗ്യമുള്ളവരാണ്. ഫതൂഫു ഫമാ തൽഖൗന ശിബ്ഹാ മുഹമ്മദി വലാ മിത്ലുഹു ബൈനൻ നബീന യുറഫൂ. നിങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചു നോക്കൂ. നിങ്ങൾ ലോകത്തിന്റെ ഭാഗങ്ങളിലൊക്കെയും നിങ്ങൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നോക്കൂ. നിങ്ങൾ ചരിത്രങ്ങൾ പഠിക്കൂ. ഫമാ തൽഖൗന ശിബ്ഹാ മുഹമ്മദി. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലുള്ള ഒരാളെ നിങ്ങൾ കണ്ടെത്തൂല. അതുപോലുള്ള ഒരാളെ അമ്പിയാക്കൾക്കിടയിൽ പോലും നിങ്ങൾക്ക് കിട്ടൂല. എന്നിട്ടല്ലേ മറ്റുള്ള ജനങ്ങളിൽ നിങ്ങൾ കണ്ടെത്തുക. അപ്പൊ ഏറ്റവും വലിയ മഹത്വമുള്ള നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ പെടാനല്ല നമുക്ക് നൽകിയ അവസരം അതേറ്റവും മഹത്വമുള്ള അവസരമാണ്, ഏറ്റവും ഖൈറായ അവസരമാണ്. മറ്റൊരാൾക്കും കിട്ടാത്ത അവസരങ്ങളും ബഹുമാനവുമാണ്. കാരണം കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഉമ്മത്തിൽ ഏറ്റവും ഖൈറായ ഉമ്മത്ത് നിങ്ങളാണെന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഉമ്മത്തു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട നമുക്ക് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹ്ശറയെ കുറിച്ച് ബോധ്യപ്പെടുത്തി. നമ്മെ അല്ലാഹു തആല അവന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന എല്ലാ വിഷയങ്ങളെ കുറിച്ചും നന്നായി നമ്മെ ബോധ്യപ്പെടുത്തി പഠിപ്പിച്ചു. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ മഹ്ശറയിൽ വലിയ പ്രയാസമുള്ള ലോകത്ത്
പ്രതിസന്ധിയുള്ള ലോകത്ത്, സങ്കടങ്ങൾ നിറഞ്ഞ ലോകത്ത് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടാമത്തെ ഊതൂതിയാൽ എല്ലാ ജനങ്ങളും എല്ലാ സൃഷ്ടികളും അവരവർ മറവിട്ട് കിടക്കുന്ന ഇടങ്ങളിൽ നിന്ന് ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ. ഭൂമി കിടുകിടാ വിറപ്പിക്കപ്പെട്ടാൽ, ഭൂമിയിലുള്ള ഭാരങ്ങളെ കനങ്ങളെ പുറത്തേക്ക് തള്ളപ്പെട്ടാൽ, പുറത്തുനിന്ന് ഖബറിന്നൊക്കെ ഇങ്ങനെ ജനങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് തള്ളുകയാണ്. വഖാലൽ ഇൻസാനു മാ ലഹാ. ഭൂമിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ് ജനങ്ങൾ. എന്താണ് പറ്റിപ്പോയത് എന്ന് പരസ്പരം ചോദിച്ചോടുകയാണ് ജനങ്ങൾ. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാലഹാ. അങ്ങയുടെ രക്ഷിതാവ് ഭൂമിക്ക് ഇങ്ങനെ അറിവ് കൊടുക്കുകയാണ്. ഭൂമി അതിന്റെ വിവരങ്ങൾ ഇങ്ങനെ പറയുകയാണ്. ഖബറിന്ന് എഴുന്നേറ്റിട്ട് പോകുന്ന ആളുകളെ കുറിച്ച് ഭൂമി ഇങ്ങനെ വിളിച്ചു പറയും, ഖബർ ഇങ്ങനെ വിളിച്ചു പറയും, നല്ല ആള് പോവാണ്. വാലിന് വരുന്ന ഉസ്താദിനെ ദ്വാരക്കാൻ വേണ്ടി വരുന്ന തങ്ങളെയൊക്കെ പരിചയപ്പെട്ട് അനൗൺസ് ചെയ്യുന്നത് പോലെ ഈ എഴുന്നേറ്റ് പോകുന്ന ആളെ കുറിച്ചിട്ട് ഖബർ ഇങ്ങനെ വിളിച്ചു പറയും. പരിശുദ്ധ ഖുർആൻ യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാലഹാ. ഭൂമി ഇങ്ങനെ അനൗൺസ് ചെയ്യുകയാണ്. തഹജ്ജുദ് മുടക്കാത്ത ഒരാളാണ് പോകുന്നത്. സുബഹിക്ക് കൃത്യമായി ജമാഅത്തിനെത്തുന്നയാളാണ് പോകുന്നത്. ഖുർആൻ ഒരല്പമെങ്കിലും പതിവാക്കിയ ആളാണ് പോകുന്നത്. കണക്കുകൂട്ടി സകാത്ത് കൊടുക്കാൻ ഉത്സാഹം കാണിച്ചവനാണ് പോകുന്നത്. ഖൈറായ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന സമ്പത്തിൽ നിന്ന് ധാരാളം ചെലവാക്കാൻ ഉത്സാഹം കാണിച്ചവനാണ് പോകുന്നത്. സ്വതക്ക വർദ്ധിപ്പിച്ചവനാണ് പോകുന്നത്. കൈയും കാലൊക്കെ കൊണ്ടും അവയവങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക് നന്മ മാത്രം കാക്ഷിച്ചവനാണ് പോകുന്നത്. ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നവന്റെ നന്മകൾ ഖബർ വിളിച്ചു പറയും. സഹോദരിമാരെ, ഖബറിന്ന് പോകുന്ന സമയത്ത് അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി ജീവിച്ച പെണ്ണാണ് പോകുന്നത്. ഭർത്താവിനും കുട്ടികൾക്കൊക്കെ ഖിദ്മത്ത് ചെയ്യുന്ന, വീട് നന്നായി അച്ചടക്കത്തോടെ പരിപാലിക്കുന്ന നല്ല സ്നേഹനിധിയായ കുടുംബിനിയാണ്. അള്ളാഹുവിന് വേണ്ടി ധാരാളം സുജൂദ് ചെയ്ത പെണ്ണാണ്. സമയം കിട്ടുമ്പോൾ പരിശുദ്ധ ഖുർആൻ കയ്യിലെടുക്കുന്ന പെണ്ണാണ് പോകുന്നത്. സ്വലാത്തിലും തസ്ബീഹിലും ആനന്ദം കണ്ടെത്തിയ പെണ്ണാണ് പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ് സൗന്ദര്യം. അത് അവകാശപ്പെട്ടവർക്ക് മാത്രം അവസരം കൊടുത്ത നല്ല പെണ്ണാണ് പോകുന്നത്. ഒരാളെ മുമ്പിലും സൗന്ദര്യം വെളിവാക്കാതെ സൂക്ഷ്മതയോടെ ജീവിച്ച പെണ്ണാണ് പോകുന്നത്. നമ്മെ കുറിച്ച് ഖബറിങ്ങനെ അനൗൺസ് ചെയ്യുകയാണ്. അതേ സമയത്ത് തെമ്മാടിയാണ് പോകുന്നതെങ്കിൽ പലിശ വാങ്ങുന്നവനാണ് ഈ പോകുന്നത്. സുബഹിക്ക് കടന്നുറങ്ങുന്നവനാണ് പോകുന്നത്. ഹറാമായ വിഷയത്തിൽ ലദ്ദത്ത് കണ്ടെത്തിയവൻ, മാധുര്യം അനുഭവിച്ചവനാണ് പോകുന്നത്. അന്യ പെണ്ണിനോട് പാതിരാ സമയത്ത് ചാറ്റ് ചെയ്തവനാണ് ഈ പോകുന്നത്. അന്യ പുരുഷന്മാരെ നോക്കുന്നതിൽ മത്സരിച്ച പെണ്ണാണിവൾ. എല്ലാ ഹറാമുകൾക്കും മുന്നിൽ നിന്ന് ജീവിതത്തെ തെമ്മഹടിത്വത്തിൽ അവസാനിപ്പിച്ചവളാണ് ഈ പോകുന്നത്. അല്ല തന്ന ആയുസ്സും അവസരം മുഴുവനും ഹറാമായ വഴിയിൽ ചെലവാക്കിയവരാണ് പോകുന്നത്. അവരായിബാകുന്ന വിഷയങ്ങളും ഭൂമി ഇങ്ങനെ വിളിച്ചു പറയും. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാലഹാ. നമ്മെ കുറിച്ച് അല്ലാഹു തആല നല്ലത് പറയിപ്പിക്കട്ടെ. ഞാൻ പറഞ്ഞത് ഇങ്ങനെ പോകുന്ന ഒരു ലോകം, പോയിട്ട് ഒരുമിച്ച് കൂടുന്ന ഒരു ലോകം. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന്റെ ഗൗരവം പറഞ്ഞു. ഈ ഒരുമിച്ച് കൂടുന്ന സമയത്ത്, പോകുന്ന സമയത്ത്
വനുഫിഖ ഫിസ്സൂരി ഫഇദാ ഹും മിനൽ അജ്ദാഥി ഇലാ റബ്ബിഹിം യൻസിലൂൻ. രണ്ടാമത്തെ ഊത്തങ്ങനെ ഊതുകയാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നാമത്തെ ഊത്തൂതിയാൽ എല്ലാവരും ഭൂമിക്കടിയിലായി പോയി, സകലരും മരിച്ചുപോയി. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒഴികെയുള്ളവരൊക്കെയും ഇതുകൊണ്ട് മരിച്ചുപോയി, എല്ലാവരും മരണപ്പെട്ടുപോയി. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒക്കെ റൂഹിനെ അതും ഊരി മാറ്റപ്പെട്ടു, അവരും മരണപ്പെട്ടുപോയി. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത എല്ലാം നശിച്ചു പോകുന്ന ഒരു ദിവസം വരാനുണ്ട്. അങ്ങനെ ഒന്നാമത്തെ ഊതൂതുമ്പോൾ അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ യൗമ യകൂനു الناس كالفراش المبثوث وتكون الجبال كالعهن المنفوس. ഒന്നാമത്തെ ഊത്തം ഊതുന്ന സമയത്ത് പർവ്വതങ്ങളൊക്കെയും കുടഞ്ഞിടപ്പെട്ട പരുത്തി പോലെ പാറിപ്പോകുന്ന, മനുഷ്യരെല്ലാവരും തുറന്നു പോകുന്ന വല്ലാത്തൊരു രംഗമാണ്. അത് കഴിഞ്ഞാൽ 40 കൊല്ലം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം തൊട്ട് ഇന്നേ വരെ ഖിയാമത്ത് നാൾ വരെ മരണപ്പെടുന്ന സകല മനുഷ്യരും, ഇപ്പോൾ ശിക്ഷ അനുഭവിക്കുന്നവരും, ഇപ്പോൾ നന്മ അനുഭവിക്കുന്ന എല്ലാവരും, ഭൂമിക്കുള്ളവരും ഭൂമിന്റെ പുറത്തുള്ളവരും, ആ ഒന്നാമത്തെ ഊത്തോടുകൂടി എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിന്റെ ഉള്ളിൽ നല്ല ഉറക്ക് കൊടുക്കുകയാണ്. 40 കൊല്ലം. ആ കൊല്ലം വരെ അതുവരെയും അദാബ് അനുഭവിച്ച, ശിക്ഷ അനുഭവിച്ചവർക്കൊന്നും പിന്നെ ശിക്ഷയില്ല. ഒരു 40 കൊല്ലം എല്ലാവരും ഉറങ്ങുകയാണ്. 40 കൊല്ലം അങ്ങ് കഴിഞ്ഞാൽ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല റൂഹ് കൊടുത്ത് ജീവിപ്പിക്കുകയാണ്. എന്നിട്ട് രണ്ടാമത്തെ ഊതൂതാൻ വേണ്ടി ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് നിർദ്ദേശം കൊടുക്കുകയാണ്. ആ ഊത്തങ്ങ് ഊതിയാൽ വനുഫിഖ ഫിസ്സൂരി ഫഇദാ ഹും മിനൽ അജ്ദാഥി ഇലാ റബ്ബിഹിം യൻസിലൂൻ. എല്ലാവരും അല്ലാഹുവിലേക്ക് തിരിച്ചു പോവുകയാണ്. ജനങ്ങൾ ഖബറിൽ നിന്ന് എഴുന്നേൽക്കാണ്. എഴുന്നേൽക്കുന്ന ആളുകൾ ഇങ്ങനെ അന്താളിച്ചിട്ട് പറയുന്നത് ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ ബഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. സൂറത്ത് യാസീൻ അല്ലാഹ് പറയാണ്, ജനങ്ങൾ പറയുന്നു യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ, ഞങ്ങളെ ഈ നല്ല ഉറക്കിൽ നിന്ന് രക്ഷപ്പെടുത്തി വിളിച്ചുണർത്തിയത് ആരാണ്? ഉറക്ക് നല്ല റാഹത്തുള്ള ഉറക്കെന്ന് ഞെട്ടിച്ചാൽ വിളിച്ചാൽ ദേശത്തോടെ ചോദിക്കൂല, ആരാണ് ഈ വിളിച്ചത്? അങ്ങനെ ചോദിച്ചിട്ട് ആളുകൾ പരിഭവം പറയാണ്. അതുമാത്രമല്ല, ആദ്യം തന്നെ ധാരാളം ശിക്ഷ അനുഭവിച്ചവരാണ്. അവർക്കാണ് ഒരു 40 കൊല്ലം ആശ്വാസം ലഭിച്ചതെങ്കിൽ അവര് ഈ എഴുന്നേൽപ്പിക്കുന്ന പുനർജന്മത്തിന്റെ രണ്ടാമത്തെ ഊതൂതുന്ന സമയത്ത് അവര് ഭയപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നത്, രണ്ടാമതും ശിക്ഷ തുടങ്ങിയോ അല്ലാഹ്? അവരാ ബേജാറിലാണ്. സഹോദരങ്ങൾ, ഏതായാലും എല്ലാവരും മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂടുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെരുപ്പ് ധരിക്കാതെ എല്ലാവരും അവരെല്ലാവരും ഒരുമിച്ച് നിന്നാൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ. സൃഷ്ടികളുടെ 10 ഇരട്ടിയാണ് ഒന്നാം ആകാശത്തിന്റെ മലക്കുകളുടെ എണ്ണമുള്ളത്. അവർ ഈ മനുഷ്യൻ ഈ സൃഷ്ടികൾക്ക് ചുറ്റുമായിട്ടും വരി ആകെ മുഴുവനും വന്നങ്ങ് നിൽക്കുമ്പോ കാല് മാറ്റാൻ കഴിയുന്നില്ല. വല്ലാതെ കുടുസനുഭവപ്പെടുകയാണ്. സൂര്യനാണെങ്കിലോ ഒരു ചാണകല കത്തി നിൽക്കുകയാണ്. ചെമ്പിന്റെ തറ പോലെ പഴുക്കുകയാണ് നിലം ചൂടുകൊണ്ട്.
ഇത്രയും വലിയ ഒരു സമൂഹം ഒരുമിച്ചു കൂടുമ്പോ നിന്ന് തിരിയാൻ സ്ഥലമില്ലാതെ കാലുവെക്കാൻ ഇടമില്ലാതെ സകലരും പ്രയാസപ്പെടുന്നു, വേർപ്പിലിങ്ങനെ മുങ്ങുന്നു പൊങ്ങുന്നു. സുബ്ഹാന ജല്ല ജലാലു. വലിയ സങ്കടമുള്ള ലോകത്തെ സയ്യിദുൽ വജൂദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി വരച്ച് കാണിക്കുന്നു. ഇമാം ഗസാലി തങ്ങളടക്കമുള്ള മഹാന്മാർ ഉദ്ധരിക്കുന്നു. സഹോദരങ്ങളെ, ആ സമയത്ത് അല്ലാഹുവിന്റെ വല്ലാത്തൊരു ചോദ്യം വരികയാണ്. ലിമനിൽ മുൽക്കുൽ യൗം. ആർക്കാണടാ ഇന്നത്തെ അധികാരം? ആർക്കാണടാ ഇന്നത്തെ അധികാരം? ഒരാൾക്കും വാതുറക്കാൻ കഴിയുന്നില്ല. എല്ലാവരും പേടിച്ചു നിൽക്കുകയാണ്. യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫൻ ലാ യതകല്ലമൂൻ. മലക്കുകളെല്ലാവരും അണിയണിയായി നിൽക്കുന്നു. ഒരാളും മിണ്ടുന്നില്ല, ഒരാളും ഉരിയാടുന്നില്ല. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് മറുപടി വരുന്നു. ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. എല്ലാം അടക്കി ഭരിക്കുന്ന ഏകനായ അല്ലാഹ്, അല്ലാഹുവിന് മാത്രമാണ് അധികാരം. എല്ലാവരും പേടിച്ചു നിൽക്കുന്ന ഒരു ഭാഗത്തിതാ വജീഅ യൗമഇദിൻ ബിജഹന്നം. ആളിയാളി കത്തുന്ന നരകമതാ കരകയറിയിട്ട് ജനങ്ങളെ ഭാഗത്തേക്ക്, സൃഷ്ടികളുടെ ഭാഗത്തേക്ക് ആഞ്ഞാഞ്ഞു വരികയാണ്. ആളുകളും മലക്കുകൾ അടക്കം പേടിച്ചു പോവുകയാണ്. അതിന് നിയോഗിക്കപ്പെട്ട മലക്കുകളുണ്ട്. അതിന് 70,000 ചങ്ങല കൊണ്ടാണ് നരകത്തെ ബന്ധിച്ചിരിക്കുന്നത്. ഒരു ചങ്ങലയിൽ 70,000 മലക്കുകൾ പിടിച്ചിട്ടുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും പേടിക്കുന്ന ഒരു സമയമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിന്നിട്ട് സഹിക്കാൻ കഴിയാത്ത വിശ്വാസികൾ അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് ഈ തിരക്കിന്റെ ഉള്ളിൽ അവർ കാണുകയാണ്, കണ്ടെത്തുകയാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അവരൊന്ന് റെക്കമെൻഡിന് ആവശ്യപ്പെടുകയാണ്. ആ ബാപ്പയോട് ഉപ്പാപ്പയോട് അവരന്വേഷിക്കുകയാണ്. എന്തൊരവസ്ഥയാണ്, ഒന്ന് ഹിസാബിന് വിളിച്ചു കിട്ടണം, ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മക്കളോട് പറയുന്നത്, തന്നെ സമീപിച്ച ആളുകളോട് പറയുന്നത്, പണ്ട് സ്വർഗത്തിൽ പഴം തിന്നാൻ അനുവദിക്കപ്പെടാത്ത പഴം ഞാൻ കഴിച്ചതിനാൽ ഞാൻ തന്നെ വല്ല പീടിയിലാണുള്ളത്. അടുത്തയാളെ സമീപിച്ചു. അടുത്തയാളുകൾ അമ്പിയാക്കൾ ഏറെ കഴിഞ്ഞിട്ട് അവസാനം ഐനുർ റഹ്മത്തായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒന്നും കൂടി കൊടുക്കണേ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ പറയും ഞാൻ കേൾക്കാനിട്ടാണോ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. വെറുതെ ആമീൻ പറയല്ലോ മോനെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. തീരുന്നവരെ ആമീൻ ഉറക്കെ പറയണം, സ്വലാത്ത് ഉറക്കെ ചൊല്ലണം. നല്ല പൈസ കൊടുക്കണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സഹോദരിമാരും നല്ലോണം പൈസ കൊടുക്കണം. മഹ്ളറത്തുൽ ബദരിയെ പറ്റിയിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. ഈ മഹ്ളറത്തുൽ ബദരിന്റെ വാർഷിക സദസ്സല്ലേ, നിങ്ങൾ എപ്പോഴും കൊടുക്കുന്നവരായിരിക്കും. എന്നാലും ഏതെങ്കിലും, നമ്മുടെ നാട്ടിന്റെ പേരെന്താ, പരിയാരല്ലേ, പരിയാരം. എല്ലാറ്റും അല്ലാഹു തആല മഹ്ളറത്തുൽ ബദരിയെ ഒരു പരിഹാരമാക്കി തരട്ടെ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പെണ്ണുങ്ങൾ ചെറിയൊരു പൊന്നാമറ്റം കൊടുത്തെങ്കിൽ അവർക്ക് നല്ലോണം ദുആരക്കും. അല്ലാഹു ബർക്കത്താക്കട്ടെ. അങ്ങനത്തെ ചില സ്വാലിഹത്തായ പെണ്ണുങ്ങളെല്ലാം ഉണ്ടാവും. എന്തായാലും ഇന്ന് മഹ്ളറത്തുൽ ബദരിയ വരുന്നതാണ്. ലത്തീഫ് ഷാദി ഉസ്താദ് വരേണ്ടതാണ്. ഉസ്താദിന്റെ കുടുംബത്തിൽ ആരോ മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു തആല അവർക്ക് റഹ്മത്ത് ചെയ്ത് കൊടുക്കട്ടെ, മഗ്ഫിറത്ത് അല്ലാഹു കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ആരെങ്കിലും തരും. എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവരും സഹായിക്കണം. ഞാൻ പറഞ്ഞത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർശിന്റെ ചുവടെ സുജൂദ് ചെയ്യുമ്പോൾ അല്ലാഹു വിളിക്കുക, ഹബീബായ തങ്ങളെ വിളിക്കുന്നു. തല ഉയർത്തൂ നബിയെ, അങ്ങ് സുജൂദ് ചെയ്യണ്ട, അങ്ങ് തല ഉയർത്തിക്കോ, അങ്ങ് ചോദിച്ചോ തരാം, റെക്കമെൻഡ് ചെയ്തോ സ്വീകരിക്കാം. മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹ് ഇതെന്തൊരു പരീക്ഷണമാണ്, എന്തൊരു നിർത്തലാണല്ലോ.
ഹിസാബിന് വിളിക്കാൻ ഒന്ന് മനസ്സ് കാണിക്കണം, ഹിസാബിനൊന്ന് വിളിക്കണമെന്നാണ് മുത്തായ തങ്ങൾ ആവശ്യപ്പെടുന്നത്. സഹോദരങ്ങളെ, എല്ലാ സൃഷ്ടികൾക്കും അല്ലാഹുവിന്റെ ഹബീബിന്റെ ശുപാർശ അശ്ശഫാഅത്തുൽ ഉളമാ, ഏറ്റവും മഹത്തായ ശഫാഅത്ത് ആദ്യം തന്നെ സംഭവിക്കുകയാണ്. ഞാനൊരു മഹ്ശറ മാത്രം പറയാൻ വേണ്ടി പറഞ്ഞ വിഷയമല്ല സഹോദരങ്ങളെ. ഈ ഹിസാബിനങ്ങ് വിളിക്കുമ്പോഴാണ് കഥ. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ കാര്യമായിട്ട് പഠിപ്പിക്കുകയാണ്. ഇബാദത്തുകളെ സംബന്ധിച്ച് ചോദിക്കുക, കാലനക്കാൻ പറ്റൂല എന്ന് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ. ഹിസാബിനങ്ങ് വിളിച്ചു നിർത്തിയാൽ لا تزول قدم ابن آدم يوم القيامة حتى يسأل عن خمس. 5 കാര്യങ്ങൾ അന്വേഷിക്കുക. ആയുസ് എന്തിനാ ചെലവാക്കിയത് എന്നാ ചോദ്യം. ചോദിച്ചിട്ട് ഉത്തരം കിട്ടൂലെങ്കിൽ അടുത്ത സേ പരീക്ഷയ്ക്ക് ചാൻസ് ഇല്ല. മറുപടി കിട്ടാണ്ട് കാലനക്കാൻ വിടൂല. കണ്ടു നിങ്ങൾ, എന്താണ് ഈ ആയുസ് എന്ന് പറയുന്നത്? അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സമയം. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല തന്ന ഏറ്റവും വലിയ നിഅമത്താണ് സമയം. ആ സമയം നമ്മൾ പല സംഗതികൾക്കും ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ഇന്നത്തെ രാത്രി അൽഹംദുലില്ലാഹ് മഗ്രിബ് നിസ്കരിച്ചിട്ട് സഹോദരിമാരൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ അവർക്ക് നല്ല വഅദ് കേൾക്കാനും പഠിക്കാനും ഒക്കെ പറ്റി. ഇവിടെ വന്നപ്പോ മഹ്ളറത്തുൽ ബദ്രിയക്ക് നേതൃത്വം നൽകിയ ഉസ്താദുമാർ അല്ലെങ്കിൽ സയ്യിദന്മാർ, അവര് മഹ്ളറത്തുൽ ബദ്രിയ ചൊല്ലിയപ്പോ നമ്മൾ അവരുടെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ അസ്മാഉകളും മഹാന്മാരായ അസ്ഹാബുൽ ബദറിന്റെ അസ്മാഉകളും ഒക്കെ ചൊല്ലിയവരെ മദ്ഹ് പറഞ്ഞു. സംസാരം കേൾക്കുകയാണ്. ഈ സമയം ഞാൻ മനസ്സിലാക്കുന്നത് ഉറങ്ങുന്ന കോണത്തിലെങ്കിലും ഇത് പെടും. കാരണം എന്താ, ഉറങ്ങുന്ന സമയത്ത് നമ്മൾ തെറ്റ് ചെയ്യൂലല്ലോ. ഒരാൾ ഉറങ്ങിയാൽ അയാൾ ഉറങ്ങാൻ കിടന്നാ പിന്നെ വേറെ തെറ്റൊന്നും ഉറങ്ങുന്ന സമയത്ത് ചെയ്യൂല. ഉറക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോ എഴുന്നേറ്റിട്ട് വേണമെങ്കിലും ചെയ്യാം. ഉറങ്ങുന്ന സമയത്ത് കുറച്ച് ഫ്രീയാ. അള്ളാഹു നമുക്കൊക്കെ റഹ്മത്ത് ചെയ്യട്ടെ. എന്നാൽ ഈ സദസ്സിലിരിക്കുമ്പോ വേറെ നന്മകളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും മൊബൈല് കൊണ്ട് കളിക്കുന്നതിൽ ഒരു അരമണിക്കൂർ സമാധാനം കിട്ടിയാലോ, TV കാണുന്നതിൽ തൊട്ടൊരു അരമണിക്കൂർ സമാധാനം കിട്ടിയില്ലേ, ഫിത്നകളും ഫസാദുകളൊക്കെ പറയുന്നതിന് ഒരു അരമണിക്കൂർ മാറ്റം കിട്ടിയില്ലേ, ഒരു മദ്ഹ് കേൾക്കുക, ഒരു ഇൽമ പഠിക്കുക എന്ന ഈ സദസ്സിൽ വന്നത് കൊണ്ട് വേറെ ഒരു നന്മയും ഇല്ലെങ്കിലും തെറ്റ് ചെയ്യാതെ ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ 1, 2, 3 മണിക്കൂറുകൾ നമ്മുടെ മഹത്തായ സംഘടന നമുക്ക് നൽകിയ ഈ മഹത്തായ സദസ്സിൽ ഒരുമിച്ചുകൂടി ചെലവ് ചെയ്ത നമുക്ക് അല്ലാഹു തആല ഖബൂലിയത്ത് തരട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറയുന്നത് ആയുസ്സിനെ സംബന്ധിച്ച് ചോദിക്കുമെന്നാണ് പറയുന്നത്, സമയത്തെ സംബന്ധിച്ച് ചോദിക്കുമെന്നാണ് പറയുന്നത്. മഹാന്മാർക്കൊക്കെ അവരുടെ സമയങ്ങളെ കുറിച്ച് പറയാനുണ്ട്. നമ്മൾ മഹ്ളറത്തുൽ ബദ്രിയ ചൊല്ലിയില്ലേ, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ജീവൻ സമർപ്പിച്ച, സമ്പത്ത് സമർപ്പിച്ച, ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്നാഹ്. അല്ലാഹുവിന് സമ്പത്തും അവരുടെ ശരീരങ്ങളും അവർ സമർപ്പിച്ചു. പകരം അല്ലാഹു തആല അവർക്ക് കൊടുത്തത് സ്വർഗമാണ്. ആ സ്വർഗം വിലക്ക് വാങ്ങിയിട്ട് ശരീരവും സമ്പത്തും സമർപ്പിച്ച മഹാന്മാർ, ആ മഹാന്മാരായ ബദരീങ്ങൾക്ക് അല്ലാഹുവിനോട് കാരണം കാണിക്കാനും സമയം ചെലവാക്കിയതിനെ പറ്റി പറയാനും ചാൻസ് ഉണ്ട്. എന്നാൽ ഏറ്റവും വലിയ നിഅമത്ത് നൽകപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞില്ലേ, മറ്റൊരു അനുഗ്രഹം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ പെടാൻ അല്ലാഹു അവസരം നൽകിയത് പൂർവകാല ഉമ്മത്തിനൊന്നും കിട്ടാത്ത വലിയ നിഅമത്താന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ നിഅമത്ത് അല്ലാഹു തആല നമുക്ക് തന്നിട്ട് സഹോദരങ്ങളെ, വളരെ നിസാരമായ കാര്യങ്ങൾ ചെയ്താൽ പോലും വലിയ ഫലങ്ങൾ അല്ലാഹു തആല നമുക്ക് തന്നിട്ട് ഒരു ആയത്ത്, ഒരു പേപ്പർ ഓതണ്ട, ഒരു കടലാസ് ഓതണ്ട, അലിഫ് ലാം മീം 3 അക്ഷരങ്ങളാണ്. എന്നാൽ അത് 3 അക്ഷരങ്ങളായിട്ട് നീ എണ്ണണ്ട. ഒന്നിന് 10 കൂലിയാണ്. അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ 30 കൂലിയാണ്. അല്ലാഹു ഉദ്ദേശിക്കുന്നതിന് കണക്കായിട്ട് അല്ലാഹു വർദ്ധിപ്പിച്ചു തരികയാണ്.
അപ്പൊ നിനക്ക് എന്ത് ചെറിയ സംഗതികൾ ചെയ്താലും വിജയിക്കാനുള്ള വഴികൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ ഒരുക്കി തന്നിട്ട് സകല സൗകര്യങ്ങളും അല്ലാഹു തആല തന്നിട്ട് നമ്മളെ അവസരങ്ങളൊന്നും ഉപയോഗിക്കാതെ തമ്മാടികളായി ജീവിച്ച അവസരം തീർത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന സമയങ്ങൾ മുഴുവനും നമ്മൾ ഉപയോഗിക്കാതെ ശുക്ർ ചെയ്യാതെ നന്ദിയില്ലാത്തവരായി ജീവിച്ചാൽ അല്ലാഹ് നമ്മളെ വിടൂല. ഏത് സ്ഥലത്തും ഏത് ലോകത്തും സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും പവറുള്ളവരാണ്. അവിടുത്തെ ഉമ്മത്തും ഏറ്റവും കൂടുതൽ ബഹുമാനമുള്ളവരാണ്. സ്വർഗത്തിൽ തന്നെ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു വിഭാഗം ഇങ്ങനെ പാറിക്കളിക്കുകയാണ്. അപ്പൊ അവരോട് മലക്കുകൾ ചോദിക്കും, സ്വർഗത്തിലെ പാറാവുകാര് ചോദിക്കും അവരോട്, അല്ല നിങ്ങൾ ഹിസാബ് കണ്ടില്ലേ? ഇല്ല. ഹിസാബ് ഒന്നും നിങ്ങൾ അനുഭവിച്ചില്ലേ? ഇല്ല. നിങ്ങൾ സിറാത്തൊന്നും കടന്നില്ല? അതും ഞങ്ങൾ കടന്നില്ല. അപ്പൊ ചോദിക്കും, നിങ്ങൾ ആരാണ്? അതിന് ഈ സ്വർഗത്തിൽ ഇങ്ങനെ പാറിക്കളിക്കുന്ന ആളുകളുടെ മറുപടി, നഹ്നു മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിൽപ്പെട്ട ആളാണ്. കണ്ടോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഉമ്മത്ത് തന്നെ, നമ്മളെല്ലാവരും. എല്ലാവർക്കും ആ ചാൻസ് കിട്ടുമെന്നാണോ? അല്ല അല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് പ്രത്യേകമായി തെരഞ്ഞെടുത്ത ആളുകൾക്കാണ് അത് കിട്ടുക. അപ്പൊ എല്ലാവർക്കും ബഹുമാനമുണ്ട്, എല്ലാവർക്കും പ്രത്യേകതയുണ്ട് ഈ ഉമ്മത്തിൽ. എന്നാൽ ചില സമയങ്ങളിൽ ഈ ഉമ്മത്ത് കരഞ്ഞു പോകുന്ന രംഗവുമുണ്ട്. ഇദാ ഫാറഖൽ ഫരീഖാനി ഫരീഖുൻ ഫിൽ ജന്നതി വ ഫരീഖുൻ ഫിസ് സഈർ, ഒരു വിഭാഗം സ്വർഗ്ഗത്തിലേക്ക്, ഒരു വിഭാഗം നരകത്തിലേക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തീരുമാനങ്ങൾ അങ്ങ് വരുന്നു മഹ്ശറയില്. ആ സമയത്ത് സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾ എന്തൊരു സന്തോഷമാണ് അവർക്ക്. അല്ലാഹു നമുക്ക് സ്വർഗത്തിലെത്താൻ ഭാഗ്യം നൽകട്ടെ, സ്വർഗത്തിലെത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വർഗത്തിൽ നമ്മളിപ്പം വെള്ളം കുടിക്കുമ്പോൾ ഇരുന്നിട്ട് കുടിക്കണം, സുന്നത്താണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഇരിക്കണം, നിയമങ്ങളുണ്ട്. സ്വർഗത്തിൽ നിയമങ്ങളോ നിയമ തടസ്സങ്ങളോ ഇല്ല. ഒരാള് കിടന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി, പഴങ്ങൾ തിന്നാൻ വേണ്ടി ആഗ്രഹിക്കുകയാണെങ്കിൽ അയാൾ ആ പഴം പറിക്കാൻ എഴുന്നേറ്റിരിക്കണ്ട. അയാൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക്, കിടക്കുന്ന സ്ഥലത്തേക്ക് പഴത്തിന്റെ കൊമ്പുകൾ ഇറങ്ങി വരും. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്, കൊതിക്കുന്ന പഴമടുക്കുന്നതാ കയറണ്ട, പറിച്ചാലുടൻ മുളക്കുന്നതാ കുറയണ്ട. ഇഷ്ടമുള്ള പഴമുണ്ട്, വഫാകിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ വലഹ്മി ത്വയ്രിൻ മിമ്മാ യസ്തഹൂൻ. സ്വർഗം വലിയ അനുഭൂതിയുടെ ലോകമാണ്, ആഹ്ലാദത്തിന്റെ ലോകമാണ്. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅ്സീമാ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. സമാധാനമുള്ള വാക്കുകൾ മാത്രമേ പറയുള്ളൂ, ആക്ഷേപിക്കലില്ല, ചീത്ത വിളിക്കലില്ല, ഒന്നുമില്ല. ധരിക്കാനതിൽ ലഭിക്കുന്ന തുണിയും സുന്ദുസാ, അൽഹംദുലില്ലാ ജീവിതം എന്തന്തസാ. ഒരൽപ്പം ശ്രദ്ധയോടെ ദുനിയാവിൽ ജീവിച്ച ആണിനും പെണ്ണിനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ചിന്തിക്കാത്ത നിഅമത്ത് കൊടുക്കുകയാണ്. പുറത്തുള്ള മണ്ണും ചരല് മിസ്കും ജൗഹറാ, പിന്നെന്തു പറയാനാ ഹബീബേ ഉള്ളറാ. ഒരു വീട്ടിന്റെ പുറത്തേക്ക് നോക്കുമ്പോ തന്നെ പുറത്തിട്ടിരിക്കുന്നത് സിമന്റ് കട്ടക്ക് പെയിന്റ് അടിച്ചിട്ട് വെച്ച ഇന്റർലോക്ക് അല്ല, മറിച്ച് സ്വർണങ്ങളും വെള്ളികളും മരതകങ്ങളും പവിഴങ്ങളും വിലപിടിപ്പുള്ള മുത്തുകളും മാണിക്യങ്ങളുമാണ് വീട്ടിന്റെ മുറ്റത്തുള്ളത്. പിന്നെ ഉള്ളിലുള്ളതിന്റെ ബഹുമാനം പറയാനുണ്ടോ? അത്രയും വലിയ അലങ്കാരമുള്ള സ്വർഗത്തിലേക്ക് സഹോദരങ്ങളെ ആളുകൾ ഇങ്ങനെ സന്തോഷത്തോടെ പോവുകയാണ്.
അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ സങ്കടപ്പെടുന്ന സമയം എപ്പോഴാണ്? നരകത്തിലേക്ക് വിധിക്കപ്പെടുകയാണ് ആളുകളെ. നരകത്തിലേക്ക് വിധിക്കപ്പെട്ട ആള് നരകത്തിലേക്ക് പോകൂല. കാരണം നരകം വളരെ 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 ഗൗരവമുള്ളതാണ്, വലിയ പ്രയാസമുള്ളതാണ്. കുല്ലമാ നളിജതു ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. വളരെ ഗൗരവമുള്ള ശിക്ഷയാണ്. തോലുകൾ ഇങ്ങനെ കരിഞ്ഞു പോകുമ്പോ ആവർത്തിച്ച് തോലിട്ട് കൊടുക്കപ്പെടുന്ന രംഗമാണ് നരകത്തിലുള്ളത്. സുമ്മലായ മൂതു ഫീഹാ വലാ യഹ്യാ. ജീവിതമില്ല, പിന്നെ മരണമില്ല. ഈ ദുനിയാവിലെ ആദ്യത്തെ മരണമല്ലാതെ പിന്നെ ഒരു മരണമില്ല. അതിനുശേഷം പറ ജീവിതവും വരാനില്ല. ഇവിടൊന്ന് മരിക്കുന്നു, രണ്ടാമത് എഴുന്നേൽക്കുന്നു, പിന്നെ മരണമില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, നരകത്തിൽപ്പെട്ട ആളുകൾ അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. മാലിക് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്നു, യാ മാലികു ഖദ് നളജതു മിന്നൽ ജുലൂദ്. മാലിക്കേ, ഞങ്ങളെ തോലുകൾ ഇതാ കരിഞ്ഞു കരിഞ്ഞു പോവുകയാണ്. യാ മാലികു ഖദ് അസ്ഖല അലൈനൽ ഹദീദ്. മാലിക്കേ, ഈ ചങ്ങലയുടെ ഖനം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. യാ മാലിക് ഖദ് ഹഖ്ഖ അലൈനൽ വഈദ്. ഞങ്ങൾക്ക് അല്ലാഹു തരുമെന്ന് പറഞ്ഞ ശിക്ഷ ഞങ്ങൾക്ക് കിട്ടിപ്പോയി മാലിക്. യാ മാലിക് അഖ്രിജ്നാ മിൻഹാ ഫഇന്നാ ലാ നഊദ്. ഒരിക്കലും ഞങ്ങൾ ഈ നരകത്തിലേക്ക് തിരിച്ചു വരാൻ ഇടവരാത്ത നിലക്ക് ഞങ്ങളെ നരകത്തു നിന്ന് പുറത്താക്കി തരുമോ മാലിക്കേ? നരകാവകാശികൾ, നരകത്തിലുള്ള ആളുകൾ കരയുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ പറയുകയാണ്. ചൂടേറ്റ് മുഖമെല്ലാം ഉടൻ കരിയുന്നതാ. അള്ളാഹുവിന്റെ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആ നരകത്തിലുള്ള ആളുകൾ ചോദിക്കുന്നു, ഞങ്ങൾക്ക് വെള്ളം വേണം, ഞങ്ങൾക്ക് വെള്ളം വേണം. വെള്ളം വേണമെന്ന് പറഞ്ഞാൽ മാഉൻ ഹമീമാണ് അവർക്ക് കുടിക്കുന്നത്. നല്ല പഴുപ്പിച്ച ചീഞ്ചലമാണ്. അത് അടുത്തേക്ക്, മുഖത്തിന്റെ അടുത്തേക്ക് കുടിക്കാൻ കൊണ്ടുപോകുമ്പോഴാ പറയുന്നത് മുഖത്ത് തോലുകളൊക്കെയും കരിഞ്ഞു പോവുകയാണ്. വല്ലാത്ത പ്രശ്നമുള്ള ഒരു ലോകമാണ് നരകമെന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഞാനത് വിശദീകരിച്ച് പറയല്ല. ഈ നരകത്തിൽ അതുകൊണ്ട് തന്നെ ഒരാൾക്കും പോകാൻ വേണ്ടിയിട്ട് മനസ്സ് വരൂല. നരകത്തിലേക്ക് വിധിക്കപ്പെട്ട ആളുകൾക്ക് പോകാതിരിക്കാൻ നിർവാഹമില്ല. ആളുകൾ പോകൂലല്ലോ നരകത്തിലേക്ക്. അപ്പോഴല്ലേ സബാനിയാക്കളായ മലക്കുകൾ വരുന്നത്. ഇന്നലദൈനാ അൻകാലം വജഹീമാ വതഅമൻ ദാ ഗുസ്സത്തിൻ വഅദാബൻ അലീമാ. കുളത്തി വലിക്കുന്ന ചങ്ങലയുണ്ടേ നബിയേ, പോകാൻ വൈമനസ്യം കാണിക്കുന്നു ആളുകൾ. അപ്പോഴാണ് സഹോദര മേലെ അണ്ണാക്കും മേൽ പല്ലൊക്കെ വലിച്ച് തലയോട്ടി വരെ പിളർത്തുകയാണ്. താടിയെല്ലും താഴെ അണ്ണാക്കും വലിച്ച് നെഞ്ഞു വരെ കീറുകയാണ്. ചില ആളുകളുടെ നാവിങ്ങനെ നീട്ടി നീട്ടി ആളുകൾ ചവിട്ടുകയാണ്. ചില ആളുകളെ നാവിങ്ങനെ ശരീരം വരിഞ്ഞിട്ട് കെട്ടുകയാണ്. മൂർദാവും പാദങ്കാലും വലിഞ്ഞിട്ട് സബാനിയാക്കൾ ഇങ്ങനെ കെട്ടിയിട്ട് ചാക്ക് കെട്ടെറിയുന്നത് പോലെ സബാനിയാക്കൾ പിടിച്ചങ്ങനെ വലിക്കുകയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ അതാ പറയുന്നത്, ഇന്നലദൈനാ അൻകാല, കൊളത്തി വലിക്കുന്ന ചങ്ങലയുണ്ട്. വജഹീമ, അളിയാളിക്കത്തുന്ന നരകമുണ്ട്. വതഅമൻ ദാ ഗുസ്സത്തിൻ, മുള്ളുകളുള്ള ഭക്ഷണമുണ്ട്. വഅദാബൻ അലീമാ,
വളരെ വേദനയുള്ള ശിക്ഷയുണ്ട്. ഈ നരകത്തിലേക്ക് ഇങ്ങനെ സബാനിയാക്കൾ വലിക്കുന്ന സമയത്താണ് സഹോദരങ്ങളെ ഈ ഉമ്മത്തിൽപ്പെട്ട മുജ്രിമീങ്ങൾ വിലപിക്കുന്നത്. അവര് പറയുന്നു, ഞങ്ങളെ വലിക്കല്ല, അംഹിൽന, ഒരൽപ്പം സമയം തരുമോ, ഞങ്ങൾക്കൊരു നേതാവ് വരാനുണ്ട്, ഞങ്ങൾക്കൊരു നേതാവ് വരാനുണ്ട്. ആ നേതാവ് ഞങ്ങളെ കാര്യം അറിഞ്ഞാൽ ഞങ്ങൾ രക്ഷപ്പെടുത്താതിരിക്കൂല. മലക്കുകൾ ചോദിക്കും, നേരത്തെ സ്വർഗത്തിൽ പാറിക്കളിക്കുന്നവരോട് ചോദിച്ചതുപോലെ, മന്നന്തും, നിങ്ങൾ ആരാ? അപ്പൊ ഈ മുജ്രിമീങ്ങളായ തമ്മാടികളായ ഉമ്മത്തിൽപ്പെട്ട ആള് പറയുന്നു, ഞങ്ങൾ ഉമ്മത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽപ്പെട്ട ആളാണ് എന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. സ്വർഗത്തിലെ മലക്കുകളോട് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽപ്പെട്ടത് കൊണ്ട് ഞങ്ങൾ ഹിസാബില്ലാതെ സിറാത്ത് കടക്കാതെ സ്പെഷ്യൽ പാസുമായി വന്നതാണെന്ന് പറയുമ്പോ ആ മലക്കുകൾക്ക് വലിയ സന്തോഷമാണെന്നാണ് പറയുന്നത്. എന്നാൽ നരകത്തിലേക്ക് വലിക്കപ്പെടുന്ന ആളുകൾ ഞങ്ങൾ റസൂലുള്ളാഹിന്റെ ഉമ്മത്താണെന്ന് പറയുമ്പോ, കേൾക്കണേ ചെറുപ്പക്കാരാ, എന്നെ കേൾക്കുന്ന ഉമ്മമാരെ, ചെറുപ്പക്കാരികളെ, ആ മലക്കുകളുടെ ഗൗരവമൊന്ന് കാണേണ്ടതാ. ആ മലക്കുകൾ പറയുന്ന വിഡ്ഢികളെ, ലോകത്ത് പൂർവകാല അമ്പിയാക്കളുടെ അനുയായികൾ മുഴുവനും ആശിച്ചു പോയൊരു നേതൃത്വമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വം. ആ നേതാവിന്റെ അനുയായികളായിട്ട് പോലും നിങ്ങൾ ഗുണം പിടിച്ചില്ലല്ലോ. ഈ ഞങ്ങൾ ആ റസൂലുള്ളാഹിന്റെ ഉമ്മത്താണെന്ന തിരിച്ചറിവ് നിങ്ങൾ ദുനിയാവെന്ന് നിങ്ങളെ കൽബിലൊന്ന് വന്നിരുന്നെങ്കിൽ, റസൂലുള്ളാഹിന്റെ ഉമ്മത്താണ്, അനുയായികളാണെന്ന തിരിച്ചറിവ് വന്നിട്ട് ഒരു നന്ദി നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ കാണിച്ചിരുന്നെങ്കിലും നിങ്ങൾ ഈ അബദ്ധത്തിൽ ചാടൂലായിരുന്നുവല്ലോ, നിങ്ങൾ ഇങ്ങനെ ശിക്ഷിക്കപ്പെടൂലായിരുന്നല്ലോ. റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ പെട്ടിട്ടും നിങ്ങൾ രക്ഷപ്പെട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവരെന്തൊരു വലിയാണ് വലിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഓ സഹോദരങ്ങളെ, രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല, ഒരു വഴിയുമില്ല. നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ എന്തെങ്കിലും ന്യായം പറഞ്ഞ് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അത് ദുനിയാവിന് നമ്മളെ കൽബിൽ വേണം. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം. നാല് ആളുകളെ, നാല് സമൂഹത്തെ അവരിൽ നിന്ന് തന്നെ സാക്ഷികളായി കൊണ്ടുവരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. മഹ്ശറയിലെ 4 സമൂഹത്തെ കൊണ്ടുവരും. എന്നിട്ട് അവര് കാരണം പറയുമ്പോൾ അക്കാരണത്തിൽ ഏറ്റവും വലിയ കാരണം കൊടുക്കപ്പെട്ടവരെ അള്ളാഹു കൊണ്ടുവന്നിട്ട് ചോദിക്കും, ഇവർക്കാണോ പ്രശ്നം, എനിക്കാണോ പ്രശ്നം? ഒന്നാമത് മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒന്ന് ആദ്യം തന്നെ കൊണ്ടുവരുന്ന നല്ല സമ്പത്തുള്ളവരെയാ. നമ്മളെ കൂട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ധാരാളം സമ്പത്ത് വർദ്ധിപ്പിച്ചു തരട്ടെ. സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവാക്കാനും അള്ളാഹു തൗഫീക്ക് തരട്ടെ. അള്ളാഹുവിനെ മറക്കുന്ന സമ്പത്തും ദാരിദ്ര്യവും അള്ളാഹു നമുക്ക് വിധിക്കാതിരിക്കട്ടെ. പണം ഉണ്ടായതുകൊണ്ട് അറിയില്ല. വലിയൊരു പണക്കാരനെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഖറജ അലാ ഖൗമിഹി ഫീ സീനതിഹി ഖാല അൽദീന യുരീദൂനൽ ഹയാത്തദ് ദുനിയാ യാ ലൈത ലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ ഇന്നഹു ലദൂ ഹള്ളിൻ അളീം. വലിയ പണക്കാരനായിരുന്നു. കാറൂനെ അടിച്ചു പൊളിച്ചിട്ട് വണ്ടിയിൽ ഇങ്ങനെ പോകുന്ന കാണുമ്പോ ദുനിയാവ് ഇങ്ങനെ കിട്ടിയാ തർക്കമില്ല എന്ന് ചിന്തിച്ച സാധുക്കൾ, വിവരം കുറഞ്ഞവര്, ഈമാൻ കുറഞ്ഞവര്, ഇവന്റെ പണവും പ്രതാപമെല്ലാം കണ്ടിട്ട് പറഞ്ഞു, കാറൂന് കിട്ടിയ പോലെ ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇന്നഹു ലദൂ ഹള്ളിൻ അളീം. ഖാറൂൻ എത്ര വലിയ ഭാഗ്യമുള്ളവനാണ്, എത്ര നല്ല ഹള്ളുള്ളവനാണ്. വിവരം കുറഞ്ഞവര് പറഞ്ഞു പോയതാണ്. സഹോദരങ്ങളെ, വലിയ വലിയ പൈസക്കാരെ കണ്ടതാണ് ഈ ലോകം. എനിക്ക് നല്ലോണം പണമുണ്ട് എന്നൊരാൾക്ക് തോന്നുകയാണെങ്കിൽ അഹങ്കരിക്കേണ്ട. അല്ലാഹു തന്ന നിഅമത്താണ്, അത് അള്ളാഹിന്റെ പൊരുത്തത്തിൽ ചെലവാക്കണം. പക്ഷെ സദക്ക ചെയ്യുന്നിടത്ത് നമ്മൾ ഫക്കീറാണ്. സദക്ക ചെയ്യുന്നിടത്ത് മനുഷ്യന്മാര് പാവപ്പെട്ടവും പണക്കാരനും, പണക്കാരൻ പാവപ്പെട്ടവനാവും. കണ്ടോ നിങ്ങള്? മനസ്സിലായില്ല?
സാധാരണഗതിയിൽ പൈസക്കാരനും പാവപ്പെട്ടവനാ. പക്ഷെ നിങ്ങളൊരു പിരിവിന് പോയി നോക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഹൈറായ സംഗതിക്ക് ഒരു സ്വതക്ക വാങ്ങാൻ വേണ്ടി പോയി നോക്കിയാൽ ആ നാട്ടിലെ പാവപ്പെട്ടവൻ പണക്കാരൻ പാവപ്പെട്ടവനുമായി നേരെ ഹക്സാവും. അതെന്താണ്? പണക്കാരനോട് പോയി ചോദിച്ചാൽ സുബ്ഹാനല്ലാഹ് ഇവന്റെ അടുത്ത് അരമണിക്കൂർ ഓന്റെ കരച്ചിലും ബേജാറും ഓന്റെ കടങ്ങളും പ്രശ്നങ്ങളെല്ലാം വലിയ കോടിന്റെ ടെൻഷനും ബേജാറെല്ലാം കൂടി പറഞ്ഞു നോക്കി നമുക്ക് അപ്പുറത്തെ പറക്കുന്ന കിട്ടി ഇയാൾക്ക് കൊടുത്താൽ മതിയായി എന്ന് തോന്നി. ഇപ്പൊ അങ്ങനത്തെ സങ്കടമാണ് ആര് പറയാ? ഏറ്റവും വലിയ മുതലാളി പറയാ. അതേ സമയത്ത് നാട്ടില് പരിയാരത്ത് കൂലിപ്പണിയെടുക്കുന്ന ആളുണ്ടോ? ഈ നാട്ടിലെ പൈസക്കാരൻ എനിക്കറിയില്ല കേട്ടോ. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ പറയുന്നില്ല ഈ നാട്ടുകാർ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതേ സമയത്ത് ഈ നാട്ടിലെ കൂലിപ്പണി എടുക്കണ്ടോ ചങ്ങായി? എല്ലാരും കൂലിക്കാ പണിയെടുക്കാം. പക്ഷെ കൂലിപ്പണി എന്ന് പറഞ്ഞൊരു പണിയുണ്ടല്ലോ, സാധാരണ ചെറിയ പണിക്ക് ജീവിക്കുന്ന. അങ്ങനെ പണിയെടുക്കുന്നവരുടെ അടുത്ത് നിങ്ങൾ പോയി നോക്ക്. അയാൾക്ക് ഒരു ദിവസം ചിലപ്പോൾ 300, 400, 500 കൂലി ഉണ്ടാവും. അയാളെ ഒരു ദിവസത്തെ കൂലി 500 രൂപ കൊടുത്തിട്ട് ഉസ്താദ് ദ്വാരക്കണം. ഒരു അലമ്പുമില്ല, ഒരു അതാപുമില്ല, ഒരു ബേജാറുമില്ല, ഒരു സങ്കടവുമില്ല, ഒന്നുമില്ല. നിങ്ങൾ ദ്വാരക്കണം, മക്കളെ കൊണ്ടെല്ലാം ദ്വാരപ്പിക്കണം, ബേജാറൊന്നുമില്ല. ഞാൻ ചോദിക്കുന്നു, ഈ നാട്ടിലെ ഏറ്റവും വലിയ പൈസക്കാരനാരാ? ഈ സാധുവാണ്. ഈ ചെറിയ വീട്ടിൽ കഴിയുന്നവനാണ് പൈസക്കാരൻ. മറ്റും ഫക്കീറാണ്. അവന്റെ ഈ കൊട്ടാരം പോലുള്ള വീടും വലിയ ദുനിയാവ് മുഴുവനുള്ള അവന്റെ ബിസിനസ് സാമ്രാജ്യം, ഇതൊന്നും ഇവനെ തരിമ്പും ഖനിയാക്കിയില്ല. ഇവൻ പിന്നെയും ഓടുകയാണ്. പുതിയ ഷോപ്പിന്റെ പിന്നാലെ പോയിട്ട് എത്രയോ കോടികളുണ്ട്. എന്നാലും ഒരു 10 കോടി ലോൺ എടുത്തിട്ട് ഭയങ്കര ബേജാറ്, നടക്കാൻ തികയുന്നില്ല, മറ്റത് വിറ്റ് കിട്ടുന്നില്ല. അവന്റെ ബേജാറ് തീർന്നേയില്ല. അവനെക്കാളും ദാരിദ്ര്യമുള്ള പറയില്ല. അള്ളാഹു നമ്മൾ അങ്ങനെ പരീക്ഷിക്കാതിരിക്കട്ടെ. അള്ളാഹിനെ മറക്കുന്ന പണക്കാരാകാൻ പാടില്ല. അള്ളാഹുവിനെ മറക്കുന്ന ദാരിദ്ര്യവും ഉണ്ടാകാതെ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഞാൻ പറഞ്ഞത് പണക്കാരെ കൊണ്ടുവരികയാണ് നാളെ ആഖിറത്തിൽ അള്ളാഹു തആല അവന്റെ ഹബീബായ തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, പൈസക്കാരെ കൊണ്ടുവന്നിട്ട് അള്ളാഹു തആല ചോദിക്കും, നിങ്ങൾ എന്താണ് ഇബാദത്തിലൊന്നും ഒരു കുറവ് വരുത്തിയിട്ട് നിങ്ങൾ എന്താ വിജയിക്കാതിരുന്നത്? അപ്പം പണക്കാര് പറയും, റബ്ബേ ഞങ്ങൾക്ക് ധാരാളം നിഅമത്ത് നീ തന്നു, പൈസ നീ തന്നല്ലോ അല്ലാ, സ്വത്തും പറമ്പൊക്കെ തന്നപ്പോ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് മറ്റേ സ്ഥലത്തേക്ക് പോകുമ്പോൾ ളുഹർ കളായി പോയി, അടുത്ത തോട്ടത്തിൽ പോകുമ്പോൾ അസറും പോയി, അപ്പുറം പോയിട്ട് വരുമ്പോഴത്തേക്ക് മഗ്രിബും പോയി, പീടിയ പൂട്ടുമ്പോഴത്തേക്ക് ഏശാവും പോയി, വൈദിട്ട് ഉറങ്ങിയോണ്ട് സുബഹിയും പോയി, എല്ലാം കൂടിയിട്ട് നഷ്ടപ്പെട്ടു പോയി. പണത്തിന്റെ പിന്നാലെ ഇതെല്ലാം കൂടി എണ്ണീട്ട് വിൽക്കാൻ നേരമുണ്ടോ? അങ്ങനെ പൈസന്റെ പിന്നാലെ പോയിട്ട് സമയം പോയി. അല്ലാ, നീ തന്ന സമ്പത്ത് കൊണ്ട് പരീക്ഷിക്കപ്പെട്ടപ്പോ ഞങ്ങൾക്ക് നീ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല അല്ലാ. ഒരു കാരണം പറഞ്ഞു നോക്കിയതാണ്. അപ്പോഴാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, അല്ലാഹു തആല പണക്കാരെ കൂട്ടത്തിൽ തന്നെ കൊണ്ടുവരാണ് ഒരാളെ. ആരാണ് ഏറ്റവും വലിയ പണക്കാരൻ? സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം. സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ പോലത്തെ പൈസക്കാരൻ ദുനിയാവിലില്ല. ലോകം അടക്കി ഭരിച്ച നേതാവാണ്, രാജാവാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. എന്നിട്ട് അവരോട് ചോദിക്കും, നിങ്ങൾക്കാണോ ഞാൻ കൂടുതൽ സമ്പത്ത് തന്നത്, അതല്ല സുലൈമാൻ നബിക്കാണോ? എല്ലാവരും പറയും സുലൈമാൻ നബിക്കാണ്. അപ്പോ അല്ലാഹു തആല പറയും, എന്നാൽ ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന സുലൈമാൻ അലൈഹിസ്സലാം എന്റെ ഇബാദത്തിൽ ഒരു കുറവും വരുത്തിയില്ല, എന്റെ ഹക്ക് വീട്ടുന്നതിൽ ഒരു കുറവും വരുത്തിയില്ലല്ലോ. നിങ്ങൾ ഉദറൊന്നും എന്റെ അടുത്ത് പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. കണ്ടോ, അവർ മാറ്റപ്പെടുകയാണ്, പരാജയപ്പെട്ടു പോവുകയാണ്. രണ്ടാമത്തെ ഒരു വിഭാഗം രോഗികളാണ്. രോഗങ്ങൾ തരാതെ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അവര് പറയും, പഠിച്ചവനെ തലവേദന വന്നിട്ട് ഞങ്ങൾക്ക് ഖുർആൻ ഓതിയാൻ കഴിഞ്ഞില്ല അല്ലാ, വയറുവേദനയായോണ്ട് നോമ്പെടുക്കാൻ കഴിഞ്ഞില്ല അല്ലാ. അങ്ങനെ രോഗങ്ങൾ പറയുകയാണ് അള്ളാഹുവിന്റെ അടുക്കൽ, പ്രയാസങ്ങൾ പറയാണല്ലോ. അതുകൊണ്ട് നീ രോഗം തന്ന് പരീക്ഷിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് കാര്യമായി ഇബാദത്തൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അല്ലാ, അതുകൊണ്ടാണ് പരാജയപ്പെട്ടു പോയത്. അള്ളാഹു വിളിക്കുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാം. ഏറ്റവും വലിയ കടുപ്പമുള്ള രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹ് വിളിച്ചിട്ട് ചോദിക്കുന്ന, അയ്യൂബിനാണോ ഞാൻ പരീക്ഷണം കൊടുത്തത്, രോഗം കൊടുത്തതല്ല നിങ്ങൾക്കാണോ? എല്ലാവരും പറഞ്ഞു അയ്യൂബ് നബിക്കാണ് രോഗമുള്ളത്. സുബ്ഹാനല്ലാഹ്, അതെന്തൊരു രോഗമാണ്! ജനങ്ങൾ മുഴുവനും വെറുത്തു, എല്ലാവരും അകന്നു, ശരീരം മുഴുവനും പഴുപ്പാണ്, വല്ലാത്ത പ്രശ്നമായിരുന്നു. അയ്യൂബ് നബി അലൈഹിസ്സലാം പൊറുതികേട് കാണിച്ചില്ല. പകൽ ഒരൊറ്റ ദിവസം നോമ്പ് ഒഴിവാക്കുന്നില്ല, നിസ്കാരം ഒഴിവാക്കുന്നില്ല, ദിക്റുകൾക്ക് മാറ്റമില്ല.
അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നാവിന് കൂടി രോഗം ബാധിക്കാൻ തുടങ്ങുകയാണ്. പരീക്ഷണം നാവിലേക്ക് അങ്ങ് നീങ്ങിയപ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാം ഒരൊറ്റ വിളിയാണ്, അല്ലാഹുവിനെ അന്നീ മസ്സനിയൽ ദുർ വ അൻത അർഹമുർ റാഹിമീൻ. എന്നിട്ടും രോഗം മാറ്റണോന്ന് ദ്വാരുന്നില്ലല്ലോ. എന്നിട്ട് അള്ളാഹു എന്റെ രോഗം നീ ശിഫയാക്കി തരണോന്ന് പറഞ്ഞില്ല. അന്നീ മസ്സനിയൽ ദുർ, എനിക്ക് രോഗമുണ്ട് അല്ലാ, എനിക്ക് വലിയ പ്രയാസമുണ്ട് അല്ലാ. എപ്പോഴാണ് ഈ പറയുന്നത്? ശരീരം മുഴുവനും വേദനിച്ചിട്ട് നിന്നൂടാ, പക്ഷെ മിണ്ടിയില്ല, പറഞ്ഞില്ല, ദിക്റിന് കുറവ് വരുത്തിയില്ല. പക്ഷെ നാവിന് ബാധിച്ചിന് ദിക്റ് ചെല്ലാൻ കഴിയൂലല്ലോ. അങ്ങനെ ബാധിച്ചപ്പോൾ പറയാണ്, നീ മസ്സനിയൽ ദുർ, എനിക്ക് രോഗം ബാധിച്ചു പോയല്ലോ അല്ലാ, വ അൻത അർഹമുർ റാഹിമീൻ, നീ വലിയ കാരുണ്യം ചെയ്യുന്ന രാജാവല്ലേ അല്ലാ, എനിക്ക് രോഗം ബാധിച്ചിട്ടുണ്ട്, നീ അർഹമുർ റഹീമായ അല്ലാഹുവാണ്. ഇതങ്ങ് പറഞ്ഞപ്പോ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രോഗം അല്ലാഹു ശിഫയാക്കി കൊടുക്കുകയാണ്. ഒമാനിൽ സലാലയിൽ സാധുവായ ഞാൻ കഴിഞ്ഞ 2 മാസം മുമ്പ് ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമ മഞ്ഞനാടി ഉസ്താദ്, അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ, നമ്മളെ ഉലമായിന് മുഴുവനും, അതുപോലെ തന്നെ നമ്മളെല്ലാവരുടെയും നേതൃത്വമായ മഹാനായ ബായാർത്ഥങ്ങൾ, അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഞങ്ങൾ ഉപ്പാപ്പന്റെ കൂടെ ഞാൻ അവിടെ ഒരു സിയാറത്തിന് പോയി. അൽമദീനന്റെ ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ട് പോയതാണ്. അപ്പൊ നോക്കുമ്പോൾ അയ്യൂബ് നബി അലൈഹി സ്വലാമിനെ സിയാറത്ത് ചെയ്യുമ്പോൾ അവിടെ താഴെയുണ്ട് കുളം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചു കൊടുക്കുകയും അയ്യൂബ് നബി അലൈഹി സ്വലാം അവിടെ പോയി കുളിക്കുകയും ചെയ്തപ്പോൾ രോഗം മാറി എന്ന് പറയപ്പെടുന്ന കുളമൊക്കെ അവിടെ ഉണ്ട്. സിയാറത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞത്, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇത്രയും പ്രയാസപ്പെട്ട അയ്യൂബ് നബിനെ കൊണ്ടുവന്നിട്ട് ആളുകളോട് ചോദിക്കും, ആരാണ് ഏറ്റവും വലിയ പ്രയാസം അനുഭവിച്ച ആള്? അയ്യൂബ് നബിയാണ്. എന്നാ അയ്യൂബ് നബിക്ക് ഇബാദത്തിൽ ഒരു കുറവും വന്നില്ലല്ലോ അയ്യൂബ് നബിന്റെ ഇബാദത്തിൽ. പിന്നെ നിങ്ങൾക്ക് എന്താ പറ്റിയത് എന്നാണ് അള്ളാന്റെ ചോദ്യം. വായടഞ്ഞു പോയി, നഷ്ടപ്പെട്ടു പോയി. മൂന്നാമത്തൊരു വിഭാഗത്തെ കൊണ്ടുവരുന്നു. ആരാണവർ? ചെറുപ്പക്കാരികള്, ഈ വിഷയം ഒന്ന് ശ്രദ്ധിക്കണം. മൂന്നാമതൊരു വിഭാഗത്തെ കൊണ്ടുവരുന്ന സ്റ്റൈലുള്ളവരാണ്, സുന്ദരന്മാരായ സുന്ദരികളായ ചെറുപ്പക്കാരികളാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അവരോട് ചോദിക്കും, അല്ലാഹുവേ എന്തേ നിങ്ങൾ ഇബാദത്തില് നിങ്ങൾക്ക് ഉത്സാഹം കാണാതിരുന്നത്? നിങ്ങൾ എന്തേ പരാജയപ്പെട്ടു പോയത്? ഇബാദത്തൊന്നും കാണുന്നില്ലല്ലോ. അപ്പൊ ഇവര് പറയുന്ന മറുപടി, ഞങ്ങൾക്ക് നീ നല്ല സൗന്ദര്യം തന്നപ്പോ, ഞങ്ങളെ ആളുകളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോ ഞങ്ങളെ ഹറാമിലേക്ക് അങ്ങ് വഴുതിപ്പോയി അല്ലാ. അതേ സമയത്ത് നീ ഞങ്ങൾക്ക് സൗന്ദര്യം തന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടുമായിരുന്നു. നീ സൗന്ദര്യം തന്നതുകൊണ്ടാണ് ഞങ്ങൾ പരീക്ഷിക്കപ്പെട്ടത്. നീ അങ്ങനെ സൗന്ദര്യം തന്ന് പരീക്ഷിച്ചത് കൊണ്ടാണ് ഞങ്ങൾ പരാജയപ്പെട്ടു പോയത്. അതുകൊണ്ട് ഞങ്ങളെ സൃഷ്ടിക്കാൻ പാടില്ല. ഹസന അയാദാത്തിൽ ജമാലി ഫഇന്നനി അഖ്ശാ അലൈകി മിനൽ ഖബീസിൽ മുജ്രിമീൻ. പരിയാരത്തൊക്കെ ഒരല്പം സ്റ്റൈൽ ഉണ്ട് എന്ന് തോന്നുന്ന പെണ്ണുങ്ങളുണ്ടോ? ഹസന അയാദാത്തിൽ ജമാൽ, സ്റ്റൈൽ ഉണ്ട് എന്ന് തോന്നുന്ന പെണ്ണേ, നീ ആക്രമിക്കപ്പെട്ടു പോകുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ്. നീ കല്ലെടുത്തെറിഞ്ഞു പോകൂന്നല്ല, നിന്നാരോ കൊന്നുകളയൂന്നല്ല, ഏതായാലും നീ ആക്രമിക്കപ്പെട്ടു പോകും, നീ പീഡിപ്പിക്കപ്പെട്ടു പോകുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ്. മഹാന്മാരുടെ ഭാഷയാണ്. അതുകൊണ്ട് നിന്നോട് പറയാനുള്ള ഉപദേശം, ലാ തഅരിലി ഹാദൽ ജമാല അലൽ ബറാ ഇല്ലാ ലി സൗജിൻ ഔ ഖരീബിൻ മഹ്റമീ. ഭർത്താവുള്ളവർ ഭർത്താവിന്റെ മുമ്പിൽ മാത്രം സൗന്ദര്യം വെളിവാക്കുക. സാധാരണ കുടുംബത്തിലുള്ള ഉപ്പയുണ്ട്, ആങ്ങളമാരുണ്ട്, മക്കളുണ്ട്, കാരണവന്മാരുണ്ട്. അവരുടെ മുമ്പിൽ സാധാരണ വസ്ത്രത്തിൽ ധരിക്കുക. അല്ലാത്തവരുടെ മുമ്പിൽ പെണ്ണ് മുഴുവനും ഔറത്താണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്, യാ റബ്ബൽ ആലമീൻ, മുഹമ്മദുർ റസൂലുള്ളാഹി. മുത്തായ തങ്ങൾ പറയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. സഹോദരങ്ങളെ, എന്നാൽ ഇന്ന് വേറൊരു ലോകമാണ് എന്നത് പറഞ്ഞാൽ അങ്ങ് കൊണ്ടുപോകും. കോളേജിലേക്ക് പോകുന്ന പെൺകുട്ടിയെ അവിടെ നല്ല വേഷം ധരിച്ചിട്ട് യൂണിഫോം ഇല്ലാത്ത ദിവസം ആളാണെങ്കിൽ, യൂണിഫോം ഇട്ട ദിവസം തന്നെ ആണെങ്കിൽ പോലും കോളേജിൽ പോകുമ്പോ റോഡിന്റെ സൈഡിൽ നിന്ന് ഒരു ചങ്ങായി പറയാ, ഇന്ന് നല്ല കുപ്പായ, ഒരു തുടക്കാണത്, ഒന്ന് തുടങ്ങി കിട്ടിയതാ. അപ്പൊ ഇവളൊന്ന് ചിരിച്ചു കൊടുത്താൽ മതി, ബാക്കി നാളെ ഒന്ന് നോക്കിക്കോളൂ. അതിന് അത്രേ വേണ്ടു.
ഇതൊരു തുടക്കമാണ്. ഇനി മറുപടി പറഞ്ഞാലോ, നീ വെറുതെ ഒരു പെണ്ണിങ്ങനെ ഒരുത്തനോട് തർക്കിക്കാൻ വേണ്ടി നിന്നാലോ, എന്നാലും പ്രശ്നമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ സകല വിഷയത്തിനും പ്രതിവിധി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആണുങ്ങളോട് ഗൗരവത്തിൽ സംസാരിക്കുന്നുവെങ്കിൽ മയമായ ശൈലിയിൽ പെണ്ണുങ്ങൾ സംസാരിക്കാനേ പാടില്ല. അങ്ങനെ സംസാരിക്കുമ്പോൾ ഹൃദയത്തിൽ രോഗമുള്ളവന് നിന്നെ കുറിച്ച് തെറ്റിദ്ധാരണ വരും. ഹാർട്ട് രോഗിയല്ല, ഞരമ്പ് രോഗി. അവന് നിന്നെ കുറിച്ചിട്ട് മോശമായ ചിന്ത ഉണ്ടാകും. അതുകൊണ്ട് ആവശ്യമുള്ളത് മാത്രം പറയണേ. പരിശുദ്ധ ഖുർആൻ നോക്ക് നിങ്ങൾ. قل لأزواجك وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن. ഓ നബിയേ, അങ്ങയുടെ ഭാര്യമാരോടും അങ്ങയുടെ പെൺമക്കളോടും ഈമാനുള്ള ചെറുപ്പക്കാരന്റെ ഭാര്യമാരോടും പറയൂ നബിയേ, യുദ്നീന അലൈഹിന്ന മിൻ ജലബീബിഹിന്ന, അവർ ജിൽബാബ് അവർ താഴ്ത്തിയിടട്ടെ നബിയേ, മുഖമടക്കം മറക്കട്ടെ നബിയേ. സൗന്ദര്യം ഉണ്ട് എന്ന് തോന്നുന്നത് കൊണ്ടാണ് മുഖം വെളിവാക്കുന്നത്. സൗന്ദര്യമില്ല എന്ന് തോന്നിയാ പിന്നെ മുഖം മറക്കാണ്ട് നടക്കൂല. ഞാൻ ഉമ്മമാരോട് ചോദിക്കുന്ന പരീക്ഷണാർത്ഥം, ഇന്നിപ്പോ ട്രോളുന്ന ലോകമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, നമ്മളെ ഈ സംസാരം മഹദറത്തുൽ ബദരിലേക്ക് വന്ന സാധുക്കളായ മുഅ്മിനീങ്ങളോടാണ്. അള്ളാഹുവിനെ കൊണ്ടും അന്ത്യനാള് കൊണ്ടും വിശ്വസിക്കുന്ന ഈ ശബ്ദം കേൾക്കുന്ന സദസ്സിലുള്ള ആളുകളോടാണ് സംസാരം. അല്ലാണ്ട് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളോടും സംസാരിക്കാൻ നമുക്ക് അർഹതയില്ല, അവകാശമില്ല. നമ്മൾ പറയുന്നത് ഈ വിശ്വാസികളോടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, സഹോദരങ്ങളെ, സൗന്ദര്യമില്ലാതെ പോയാൽ നമ്മളൊക്കെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ, കാവല് തരട്ടെ. ഞാൻ ചോദിക്കട്ടെ ഉമ്മമാരെ, നമ്മൾ എങ്ങനെയാണ് മുഖമൊക്കെ വെളിവാക്കിയിട്ട് പൗഡറിലിട്ട് മിനുക്കിയിട്ട് ഉഷാറായിട്ട് നടക്കുന്ന? എന്തുകൊണ്ടാ? അള്ളാഹു സൗന്ദര്യം തന്നോണ്ടല്ലേ. ഇനി ഞാൻ ചോദിക്കുന്നു, നമുക്ക് എന്തെങ്കിലും ഒരു അപകടം അള്ളാഹു കാക്കട്ടെ. ഒരു പഠിക്കാൻ വേണ്ടി പറയാ, ഒരു സാധനം അടുപ്പിൽ നിന്ന് അടുക്കളയിൽ നിന്ന് നമ്മൾ ചൂടാക്കുകയാണ്. ഒരു സാധനം പെട്ടെന്ന് പാത്രത്തിൽ നിന്ന് ഒരറ്റത്തെറിക്കൽ അങ്ങ് തെറിച്ചു, നേരെ മുഖത്ത് വന്നിട്ട് അത് തെറിച്ചു 2, 3, 4 സ്ഥലത്ത് അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങ് പൊള്ളിപ്പോയി. സുബ്ഹാന ജല്ല ജലാലു. ഞാൻ പറയുന്ന നല്ല പാട് ഡോക്ടർമാർ എങ്ങനെ ചികിത്സിച്ചിട്ടും പാടുമാറുന്നില്ല. ആ പെണ്ണ് മുഖം മറക്കാതെ പുറത്തിറങ്ങൂല. അവൾ അല്ലാഹുവിനെ പിന്നെയാണ് പേടിക്കുന്നത്. കാരണം എന്താണെന്നറിയോ? ഇത് കാണുമ്പോൾ ആള് വെറുക്കുകയാണ്. ഇപ്പം വെറുക്കുന്ന രൂപം വന്നാൽ നീ മറക്കാതെ പുറത്തിറങ്ങൂല. ഞാൻ ചോദിക്കുന്നത്, ആ ഒരു അപകടം തരാതെ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മളെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ പലപ്പോഴും വന്നു പോകുന്നത്? ഒരു സംഗതി പൊരിക്കാൻ വേണ്ടിയിട്ടതാ ചൂടാക്കി നമ്മൾ പൊരിക്കാൻ തന്നെയല്ലേ പറയാ. എന്തെങ്കിലും സാധനങ്ങളോ പഴങ്ങളോ അതുപോലെ തന്നെ പലഹാരങ്ങളോ അതൊക്കെ ചീനച്ചട്ടിയിലിട്ട് വറുത്തിട്ടിങ്ങോട്ട് എടുക്കുന്ന സമയത്ത് ഒരു തുള്ളി എണ്ണ തെറിച്ചാൽ മതി, നമ്മളെ സ്റ്റൈലെല്ലാം വെള്ളത്തിലാവും. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ വരാതെ അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ഔദാര്യം കൊണ്ട് നമുക്ക് ഹിഫ്ള് തന്നാൽ, അവന്റെ കാരുണ്യം കൊണ്ടല്ലേ നമ്മൾ അങ്ങനെ ജീവിക്കുന്നത്. ആ കാരുണ്യം തന്ന റബ്ബിനോട് നന്ദി ചെയ്യുന്നവളായി നീ മുഖം മറക്കാതെ വാതിന് വന്നുകൂടാ. പുറത്തിറങ്ങാൻ വകുപ്പില്ല. അത് കല്യാണത്തിന് പോകുമ്പോഴും മരണ വീട്ടിൽ പോകുമ്പോഴും നീ പച്ചക്കറി വാങ്ങാൻ അത്യാവശ്യത്തിന് വീട്ടിൽ നിന്ന് മാർക്കറ്റിലേക്ക് ഇറങ്ങിയാലും, മക്കളെ കൊണ്ട് ആശുപത്രിയിൽ പോകുമ്പോഴാണെങ്കിലും, ഏതാവശ്യത്തിന് പോയാലും മുഖം മറക്കാതെ ഔറത്ത് മറക്കാതെ പുറത്തിറങ്ങിക്കൂടാ. സൗന്ദര്യമുള്ളത് കൊണ്ടാണ് വെളിവാക്കാൻ നിനക്ക് താല്പര്യമുള്ളത്. സൗന്ദര്യം അതാ കൈക്ക് പൊള്ളലേറ്റാൽ കയ്യുറയും കാലറയും ഒക്കെ ധരിക്കണം പെണ്ണ്, അതൊക്കെ നിർബന്ധമാണ്. അന്യപുരുഷന്റെ മുമ്പിൽ നിസ്കാരത്തിലാണ് മുഖവും മുഖയും ഒഴിച്ചുള്ള ബാക്കിയുള്ള ഭാഗങ്ങൾ മറക്കേണ്ടത് നിസ്കാരത്തിലാണ്. നിസ്കാരം അല്ലാത്ത സമയത്ത് ഒരു പെണ്ണ് പുറത്തിറങ്ങുമ്പോ അവൾക്ക് കാലുറ നിർബന്ധമാണ്, കയ്യുറ നിർബന്ധമാണ്. എന്നാൽ കയ്യുറ ധരിച്ചിട്ട് പോകുന്ന ഒരൊറ്റ പെണ്ണ് നമ്മളെ കൂട്ടത്തിൽ കാണാൻ കഴിയുന്നില്ല. ഞാൻ ചോദിക്കട്ടെ പെങ്ങള്,
നമ്മൾ അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്ത് കൈക്ക് ശക്തമായി എണ്ണ തെറിച്ചിട്ട് അല്ലെങ്കിൽ തീ കൊണ്ടിട്ട് ഒന്ന് പൊള്ളലേറ്റിട്ട് കൊപ്പള വന്നിട്ട് കൈയിന്റെ സൗന്ദര്യം, സ്കിന്നിന്റെ സൗന്ദര്യം ഒന്ന് മാഞ്ഞു പോയാൽ പ്ലാസ്റ്റിക് സർജറി ചെയ്താലും രക്ഷയില്ല എന്ന് ഡോക്ടർമാര് പറഞ്ഞാൽ പിന്നെ ഗ്ലൗസ് നീ അഴിക്കൂല, കയ്യൊറ നീ ഊരൂല. അള്ളാഹുവിന്റെ നിഅമത്തിനെ കുറിച്ച് ബോധമില്ലാത്തത് കൊണ്ടാണ് സൗന്ദര്യം വെളിവാക്കി നടക്കുന്നത്. ചെറുപ്പക്കാരാ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് സൗന്ദര്യം തന്നപ്പോ നീ അള്ളാഹുവിനെ മറക്കുന്നതിന്റെ ലക്ഷണമാണ് നീ കോലം കെട്ട കോലത്തിൽ മുടിമുറിക്കുന്നത്. ഞാൻ ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ നിങ്ങളെ നാട്ടങ്ങത്തിന് കണ്ടില്ല. ഇനിയിപ്പോ ഇവിടെ നാട്ടിൽ നല്ല കുട്ടികളാണോ മോശമാണെന്ന് ഞാൻ അറിയില്ല. എല്ലാവരും അള്ളാഹു നന്നാക്കി തരട്ടെ. ഒരു ചെറുപ്പക്കാരന്റെ മുടിന്റെ ഒരു സൈഡ് നല്ല ഉഷാറായിട്ട് വാർന്ന് വെച്ചിട്ടുണ്ട്, വേറെ ഒരു സൈഡ് വേറെ ആളെ മുടി വാടകയ്ക്ക് വാങ്ങി വെച്ച പോലെ എനിക്ക് തോന്നിയത്. അതെന്തോ ഒരു കോലത്തിൽ ഒരു ഭാഗം നല്ല ഉഷാറായിട്ട് വാരി വെച്ചിട്ടുണ്ട്, വേറൊരു ഭാഗം ഇങ്ങനെ ഒരു വല്ലാത്തൊരു കോലത്തിൽ ചെമ്പരത്തി പൂവറ്റാക്കി വെച്ചതുപോലെ ഇങ്ങനെ ഒരു കോലത്തിൽ ഇങ്ങനെ പാറിക്കളിക്കും. അതൊരു പുതിയ ഫാഷനാണ്. ഒരു സുബ്ഹാന ജല്ല ജലാൽ. ഒരു ഭാഗത്ത് മാത്രം വാർന്നു വെക്കുക, വേറൊരു ഭാഗത്ത് ഇങ്ങനെ അലസമായിട്ടിടുക. എന്തൊരു ലോകമാണത്! ചെറുപ്പക്കാരന്റെ ഫാഷന്. ചില ആളുകൾ ചെറുപ്പക്കാരൻ പുല്ലും വണ്ടി കണക്ക്, ഇവൻ ഇത്രയേ ഉണ്ടാവുള്ളൂ, അവന്റെ തലേന്റെ മുടി ഇത്ര തന്നെ വികസിച്ചിട്ടുണ്ടോ. ഹൈവേയിലെല്ലാം പുല്ലും വണ്ടി പോകുന്ന കണ്ടില്ലേ, വലിയ NP ലോറിയിൽ ഇതേപോലെ ഇവന്റെ തല. അങ്ങനത്തെ ചെറുപ്പക്കാരുണ്ട്. സൗന്ദര്യബോധമാണ് പോലും. ഫാൻസും ഡ്രസ്സുകളും അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങിയിട്ട് നിസ്കാരത്തിന്റെ സിഹത്തിനെ പോലും നീ മാനിക്കാതെ, ശ്രദ്ധിക്കാതെ, ഔറത്ത് പോലും വ്യക്തമായി മറക്കാതെ എത്ര ചെറുപ്പക്കാരാണ് അടിച്ചു പൊളിയുടെ പിന്നാലെ പോകുന്നത്. ഈ ചെറുപ്പക്കാരന് നാളെ ആഖിറത്തിൽ വരികയാണ്. അടിച്ചുപൊളിയായിട്ട് നടന്ന പെണ്ണ് അവളും നാളെ ആഖിറത്തിൽ വരികയാണ്. അള്ളാഹ് ചോദിക്കുന്ന എന്തേ നിങ്ങൾ പരാജയപ്പെട്ടു പോയത്? മൂന്നാമത്തെ വിഭാഗമാണ്. നാല് കൂട്ടരിൽ മൂന്നാമരാണ് സൗന്ദര്യമുള്ളവർ. അവരല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹ് ഞങ്ങൾക്ക് നീ സൗന്ദര്യം തന്നപ്പോ ഞങ്ങൾ അതിൽ ലയിച്ചു പോയി അല്ലാഹ്. അപ്പോഴാ സഹോദരങ്ങളെ, അമ്പിയാക്കളിലും സൃഷ്ടികളിലും പൊതുവെ സൗന്ദര്യത്തിന് ഉദാഹരിക്കപ്പെടുന്ന മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. അല്ലാഹു തആല യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൊണ്ടുവരികയാണ്. ഏറ്റവും വലിയ സൗന്ദര്യമുള്ള ആൾ ആരാണ്? അത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളാണ്. പക്ഷെ തങ്ങളുടെ സൗന്ദര്യത്തെ ആളുകൾ സൗന്ദര്യമായി ഉദാഹരിക്കാറില്ല. ഉദാഹരിക്കുന്നത് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യമായിരുന്നു. അതിന് മഹാന്മാര് കാരണം പറഞ്ഞത്, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യത്തെ കാണാൻ ആളുകൾക്ക് കഴിയുമായിരുന്നില്ല. നമ്മൾ നോക്കുന്ന അട്ടുച്ചന്റെ നേരത്ത് സൂര്യനിലേക്ക് നോക്കി അങ്ങനെ ഉണ്ടാവും, നോക്കാൻ കഴിയൂല. അതേസമയത്ത് ചന്ദ്രനാണെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കിയാൽ നല്ല രസമുണ്ടാവും. സത്യത്തിൽ സൂര്യനിൽ നിന്നുള്ള പ്രകാശം അടിക്കുകയാണ് ചന്ദ്രനിലേക്ക്, സ്വയം പ്രകാശിക്കുന്നില്ല. എന്നാൽ സൗന്ദര്യത്തെ ഉദാഹരിക്കുന്നത് ചന്ദ്രനെയാണ്, സൂര്യനെയല്ല. ഇതുപോലെ സൗന്ദര്യത്തിന്റെ പകുതിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കേന്ദ്രമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാനത് വെറുതെ പറഞ്ഞതല്ല. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തായ തങ്ങളോട് പറഞ്ഞില്ലേ ഒരു ദിവസം, നബിയെ എനിക്കൊന്നങ്ങേ കാണണം. ഹബീബായ തങ്ങൾ പറയുന്നത്, അബൂബക്കറെ ഞാനല്ലേ നിൽക്കുന്ന, നിങ്ങൾ നോക്കിക്കോളൂ. അല്ല നബിയെ, എനിക്ക് അങ്ങേ ഒന്ന് കാണണം. എന്തൊരു സ്നേഹമാണ് ഹബീബും മെഹബൂബും തമ്മിൽ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് പിന്നെയും സിദ്ദീഖുൽ അക്ബർ തങ്ങളോട്, അബൂബക്കറെ ഞാനല്ലേ മുമ്പിൽ നിൽക്കുന്നത്, അതല്ല നബിയെ എനിക്കങ്ങേ ഒന്ന് കാണണം. സുബ്ഹാനല്ലാഹ്. ആകെ 2.5 വയസ്സ് മാത്രമേ മാറ്റമുള്ളൂ, കുറെ വയസ്സുകൾക്ക് വ്യത്യാസമില്ല. ആകെ 2.5 വയസ്സ് മാത്രമേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തായ തങ്ങളും മാറ്റമുള്ളൂ. തങ്ങളുടെ ഒരു 2.5 വയസ്സിന്റെ എളുപ്പമാണ്. ഇളയതാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. പക്ഷെ സ്നേഹത്തിന്റെ കടുപ്പം കണ്ടു. ഹിജറ പോകണമെന്ന സമയത്ത്, പുറപ്പെട്ട സമയത്ത്
ഗാറ് സൗറിലേക്ക് കയറുന്ന സമയത്ത് ക്ഷീണം കൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ അങ്ങ് തളർന്നു പോയപ്പോ വെറും 2.5 വയസ്സ് എളുപ്പമുള്ള 50 അര വയസ്സുള്ള മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ 53 വയസ്സാണ് റസൂലുള്ളാഹിക്ക്, 50 അര വയസ്സാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് വാർദ്ധക്യത്തിലേക്ക് പോകുന്ന മഹാൻ. പക്ഷെ അത് കണക്കാക്കാതെ ചെറിയ കുട്ടിയെ തോളത്തെടുക്കുന്നത് പോലെ ഹബീബായ തങ്ങളെ ചുമലിലെടുത്തിട്ട് മല കയറി എന്ന് പറഞ്ഞാൽ അതെത്ര വലിയ ഇഷ്കാണ് സഹോദരാ. ആ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ റസൂലുള്ളാഹിനോട് പറയുന്നു, നബിയേ എനിക്കൊന്ന് കാണണം. ഹബീബായ തങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടല്ല, പിന്നെ ഒന്ന് പറഞ്ഞു നോക്കിയതാണ്. മുത്തായ തങ്ങൾ തന്റെ ഷർട്ടിന്റെ ഭാഗമൊന്നുമല്ലേ മാറ്റിക്കൊടുത്തു. ശരീരത്തിലേക്ക് സിദ്ദീഖുൽ അക്ബർ തങ്ങളെ കണ്ണ് പതിയുകയാണ്. 1 നോക്കി 2 നോക്കി. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കണ്ണ് ചിമ്മിപ്പോയി. മുത്തായ തങ്ങളോട് പറയുന്നു, കഴിയുന്നില്ല യാ റസൂലല്ലാഹ്, കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. അന്ത ശംസുൻ അന്ത ബദറുൻ അന്ത നൂറുൻ ഫൗഖ നൂർ. സൂര്യനും ചന്ദ്രനും തോറ്റുപോകുന്നു ആ സൗന്ദര്യത്തിന്റെ മുമ്പിൽ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൗന്ദര്യമാണ് ഏറ്റവും വലിയ സൗന്ദര്യം. പക്ഷേ സൗന്ദര്യത്തിന് ഉദാഹരിക്കുന്നത് ചരിത്രകാരന്മാര് പറഞ്ഞതും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യമാണ്. ആ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തന്നെയാണ് മുത്തായ തങ്ങളും പറയുന്നത്. അല്ലാഹു തആല സുമുഖനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൊണ്ടു നിർത്തുന്നു. എന്നിട്ട് ആളുകളോട് ചോദിക്കും, നിങ്ങൾക്കാണോ കൂടുതൽ സ്റ്റൈല് ഞാൻ തന്നത്, അതല്ല യൂസുഫ് നബിക്കാണോ കൂടുതൽ സൗന്ദര്യം തന്നത്? എല്ലാവരും പറയുന്നു യൂസുഫ് നബിക്കാണ് നബി. അല്ലാഹുവേ, കാരണം തിളങ്ങല്ലേ ആ സമയത്ത് തന്നെ, തിളങ്ങല്ലേ യൂസുഫ് നബി ആ സമയത്ത് തന്നെ. ഇപ്പൊ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ മുമ്പിൽ നിർത്തിയിട്ട് അള്ളാഹ് സ്റ്റൈൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പരാജയപ്പെട്ടു പോയ ആളുകളോട് പറയുന്നത്, എന്നാൽ ഏറ്റവും വലിയ സ്റ്റൈല് ഞാൻ, അല്ലെങ്കിൽ ഏറ്റവും സുന്ദരമായ രൂപം ഞാൻ യൂസുഫിന് കൊടുത്തിട്ടും യൂസുഫ് അലൈഹിസ്സലാമിന് കൊടുത്തിട്ടും എന്റെ ഹക്ക് വീട്ടുന്നതിൽ യൂസുഫ് ഒരു കുഴപ്പവും കാണിച്ചില്ല, പിഴച്ചില്ല. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൗന്ദര്യത്തിൽ 1,00,000-ൽ ഒരു അംശം പോലും കിട്ടാത്ത നിങ്ങൾ സൗന്ദര്യത്തിന്റെ പേരിൽ പിഴച്ചു എന്ന് പറഞ്ഞാൽ ഉദ്ർ സ്വീകരിക്കൂല. മൂന്നാമത്തെ വിഭാഗത്തെയും മാറ്റി നിർത്തുകയാണ്. ഞാൻ എന്റെ സംസാരവും ദീർഘിപ്പിക്കുന്നില്ല സഹോദരങ്ങളെ. നാലാമതൊരു വിഭാഗം വരുന്നു. അവരാരാന്നറിയോ? ദാരിദ്ര്യം കൊണ്ടല്ല പരീക്ഷിച്ചവരാണ്. ആദ്യം കൊണ്ടുവന്നത് പൈസക്കാരെയാണ്, രണ്ടാമത് കൊണ്ടുവന്നത് രോഗികളെയാണ്, മൂന്നാമത് കൊണ്ടുവന്നത് വലിയ സൗന്ദര്യമുള്ള ആളുകളെയാണ്, നാലാമത് കൊണ്ടുവരുന്നത് പരമദരിദ്രന്മാരെയാണ്. ദാരിദ്ര്യത്തോട് അല്ലാഹു നമ്മളെ കാക്കട്ടെ. പരമദാരിദ്ര്യം അനുഭവിച്ച ആളുകൾ അല്ലാഹുവിനോട് മുമ്പിൽ വന്നിട്ട് പറയണം, പടച്ചവനെ ഞങ്ങൾ ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെട്ടു പോയി, അല്ലാഹ് നീ ഒന്നും ഞങ്ങൾക്ക് തന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടു ഒന്നും ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് പറ്റിയില്ല അല്ലാഹ്, അതുകൊണ്ടാണ് ഞങ്ങൾ പിഴച്ചു പോയത്, അതുകൊണ്ടാണ് ഞങ്ങൾ തെറ്റിപ്പോയത്, അതുകൊണ്ടാണ് ഇബാദത്തില്ലാതെ പോയത്. അല്ലാഹ് നമ്മളെ കൂട്ടത്തിലൊക്കെ അല്ലാഹു നല്ല ഇസ്സത്ത് അല്ലാഹു നൽകട്ടെ. ചില ആളുകളുണ്ട് പാവപ്പെട്ടവർ, എപ്പോഴും പാവപ്പെട്ടവരുണ്ട്. അങ്ങനെ ആകാൻ പാടില്ല. എന്നോട് ഈ അടുത്തൊരാൾ പറഞ്ഞു, കഴിഞ്ഞ 2 കൊല്ലം മുമ്പായിട്ട് അയാൾ ഒരാൾക്ക് സക്കാത്ത് കൊടുത്തു, വലിയ പൈസക്കാരൻ, അയാൾ സക്കാത്ത് കൊടുത്തു. അപ്പൊ സക്കാത്ത് കൊടുത്തിട്ട് 2ാമത്തെ വർഷം അയാൾ സക്കാത്ത് കൊടുക്കുമ്പോൾ ആദ്യം കൊടുത്ത് അത്ര കൊടുത്തില്ല. അയാൾക്ക് ചിലപ്പോൾ അത്ര ഉണ്ടായിട്ടുണ്ടാവില്ല, സക്കാത്തിന്റെ ഓഹരി ഉണ്ടായിട്ടുണ്ടാവില്ല, അതുകൊണ്ട് കൊടുത്തില്ല. അപ്പൊ ഇയാൾ വാങ്ങിയിട്ട് അയാൾക്ക് റാഹത്തായില്ല. ഈ വാങ്ങിയാൾക്ക് റാഹത്തായില്ല. എന്റെ അയാൾ പറഞ്ഞു, കഴിഞ്ഞാൽ ഇങ്ങനെയല്ല നിങ്ങൾ തന്നു, നല്ലോണം തന്നില്ല, ഇക്കൊല്ലം എന്താ കുറഞ്ഞു പോയിരുന്നു. അപ്പൊ ഈ വാങ്ങുന്നവരുടെ ചിന്ത എപ്പോഴും കിട്ടണമെന്ന്. അങ്ങനെ ആകാൻ പാടില്ല. അങ്ങനത്തെ ആൾക്ക് എപ്പോഴും ഗുണം പിടിക്കൂല. നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഗുണം പിടിക്കൂല. എപ്പോഴും ആളുകളിൽ നിന്ന് കിട്ടണമെന്ന് ചിന്തിക്കുകയേ ചെയ്യാൻ പാടില്ല. അതേ സമയത്ത് പണക്കാരോടുള്ള നിർദ്ദേശമാണ് സാധുക്കളെ കണ്ടറിഞ്ഞ് സഹായിക്കാൻ. പാവപ്പെട്ട ആളുകൾ ജനങ്ങളോട് ഇങ്ങനെ ചോദിക്കാൻ പാടില്ല. ലാ യസ്അലൂനന്നാസ ഇൽഹാഫാ. സ്വഹാബികളിൽ ഉണ്ടായിരുന്നു പാവപ്പെട്ടവർ, പക്ഷെ ആരോടും ഒരു ചോദിച്ചില്ല, ചോദിക്കുകയുമില്ല. അള്ളാഹിനോട് ചോദിക്കും, അള്ളാഹു തആല കൊടുക്കും. ചിലപ്പോൾ മണക്കാരനോട് ആയിരിക്കും കൊടുക്കുക. പക്ഷെ എന്നാൽ നമ്മളിങ്ങനെ ഒരുത്തനെ കാണുമ്പോൾ അവന്റെ പോക്കറ്റ് നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. പാവപ്പെട്ടവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അങ്ങനെ ആകുമ്പോൾ അള്ളാഹു തആല നമുക്കൊരു ഉയർച്ച തരൂല.
നമ്മൾ ജനങ്ങളുടെ ഐശ്വര്യത്തെ നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. അത് പാവപ്പെട്ടവർക്കുള്ള നിർദ്ദേശമാണ്. അതേ സമയത്ത് ഓനെന്തിനാ എന്നെ നോക്കുന്നുണ്ട് കൊടുക്കാണ്ടിരിക്കാൻ പാടില്ല. പണക്കാരനോട് പറഞ്ഞു നീ അതൊന്നും നോക്കണ്ട, നീ നല്ലോണം കൊടുക്കണമെന്ന്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. പരമ ദരിദ്രരെയാണ് കൊണ്ടുവരുന്നത്. അവരിങ്ങനെ അള്ളാഹിനോട് എതിർ പറയുമ്പോ അള്ളാഹു തആല കൊണ്ടുവരുന്ന ഒരു വല്ലാത്തൊരു മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം. ഇതുപോലെ ദരിദ്രമുണ്ടായ ഒരാൾ ദുനിയാവിലില്ല. ആര്? റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം. ഈസാ നബിനെ പോലെ പാവപ്പെട്ട ഒരാളില്ല എന്നാ പറയുന്നത്. എന്താ ഈസാ നബിക്ക് ഉണ്ടായെന്ന് പറയാം. ആകെ ഈസാ നബി അലൈഹി സ്വലാമിന് യാത്രക്ക് വലിയ യാത്രക്കാരനാണ്. ആകെ യാത്രയിൽ കരുതാനുണ്ടായത് ഒരു ചീർപ്പ്, നമ്മൾ തലയൊക്കെ ചീരാൻ ഉപയോഗിക്കുന്ന ചീർപ്പ്, പിന്നെ ഒരു കോപ്പ, ഒരു പാട്ട, പിന്നെ ഉണ്ടായിരുന്നു ഒരു ബ്രഷ്. ആകെ ഈ 3 സാധനം ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ നടക്കല, കിട്ടിയെങ്കിൽ എന്തെങ്കിലും കഴിക്കും, അധികവും നോമ്പ്, അങ്ങനെ ജീവിക്കാണ് ഈസാ അലൈഹിസ്സലാം. ഒരു ദിവസം ഒരാളുണ്ട് കൈ കൊണ്ട് താടി ശരിയാക്കും. കൈയിന്റെ വിരൽ ഉപയോഗിച്ചിട്ട് താടി ചീറുകയാണ് ഒരാള്. ഈസാ അലൈഹി സ്വലാം തന്റെ കയ്യിൽ നിന്ന് വേഗം ഈ ചീർപ്പെടുത്തിട്ട് അയാളോട് പറഞ്ഞു, മോനെ നീ ചീർപ്പ് കൊണ്ട് വാരിക്കോളൂ, താടി ശരിയായിക്കോളൂ, മുടി ശരിയായിക്കോളൂ, നീ വിരൽ ഉപയോഗിക്കണ്ടെന്നു അതേ കൊടുത്തു. പിന്നെയും കുറെ അങ്ങനെ നടന്നപ്പോ ഒരാളുണ്ട് വളരെ പ്രയാസത്തിൽ മരക്കൊള്ളി എടുത്തിട്ട് പല്ലിയേക്കുന്നു. ഈസാ അലൈഹിസ്സലാം തന്റെ ബ്രഷ് എടുത്തിട്ട് അയാൾ കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇനി ബ്രഷ് കൊണ്ട് മിസ്വാക്ക് കൊണ്ട് പല്ലിയേച്ചാ മതി, നീ വിറകിന്റെ കൊള്ളു ഉപയോഗിക്കണ്ട. സുബ്ഹാനല്ലാഹ്, അതും പോയി. പിന്നെ ഈസാ നബി അലൈഹി സ്വലാം അങ്ങനെ നടക്കുമ്പോ ഒരു പുഴയിൽ ഇറങ്ങിയിട്ട് വളരെ സാഹസികമായി ഒരാളുണ്ട് കൈ കൊണ്ട് ഇങ്ങനെ വെള്ളം കോരി കുടിക്കുന്നു. അയാൾ ദാഹം തീരുന്നില്ല, അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈസാ അലൈഹി സ്വലാം വന്ന് പെട്ടെന്ന് ഈ കപ്പ് എടുത്തിട്ട് അയാൾ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ കപ്പ് കൊണ്ട് വെള്ളം കുടിച്ചോളൂ. അത് മുഴുവനും കഴിഞ്ഞു. ഈസാ നബി അലൈഹി സ്വലാം പിന്നെ ഒരു സംഗതിയില്ലാതെ സഞ്ചരിച്ചു, ഒന്നും കയ്യിലില്ല. ആ മഹാനായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹ് കൊണ്ടുവന്നിട്ട് ചോദിക്കും, നിങ്ങൾക്കാണോ ഞാൻ ഏറ്റവും വലിയ ദാരിദ്ര്യം തന്നത്, അല്ല ഈസാ നബിക്കാണോ? എല്ലാരും പറഞ്ഞു ഈസാ നബിക്കാണ്. എന്നാൽ ഈസാ അലൈഹിസ്സലാമിന്റെ ദാരിദ്ര്യം എന്റെ ഹക്കിനെ മറപ്പിച്ചില്ല, എന്നിൽ നിന്ന് ഈസയെ അകറ്റിയില്ല. അതുകൊണ്ട് അതിനേക്കാളും ചെറിയ ദാരിദ്ര്യം തന്ന നിങ്ങളെ സ്വീകരിക്കൂല. ഞാൻ എന്തിനാണിത് പറഞ്ഞതെന്നോ, ഒരു കാര്യം പറഞ്ഞിട്ട് അള്ളാഹിന്റെ അടുക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടി രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് കഴിയൂല. ഒരു ഉദുറു പറയാൻ നമുക്ക് ബാക്കിയുണ്ടാകൂല. യൗമലായം ഫുമാലും വലാ ബനൂൻ ഇല്ലാ മൻ അല്ലാഹ ബിഖൽബിൻ സലീം. സമ്പത്ത് ഉപയോഗപ്പെടൂല, മക്കൾ ഉപയോഗപ്പെടൂല, ഒന്നും ഫലം ചെയ്യാത്ത ലോകമാണ്. നല്ല തെളിഞ്ഞ കൽബുണ്ടോ, നല്ല സലീമായ ശാക്കിറായ മനസ്സുള്ളവരുണ്ടോ, അവര് മാത്രമാണ് രക്ഷപ്പെടുന്നത്. അപ്പൊ നമ്മുടെ കൽബൊന്ന് നന്നാക്കിയെടുക്കണം, നമ്മുടെ മനസ്സൊന്ന് സ്ഫുടം ചെയ്തെടുക്കണം. അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ. തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, ആയുസ്സിനെ സംബന്ധിച്ച് ചോദിച്ചാൽ, നിന്റെ ആരോഗ്യത്തെ സംബന്ധിച്ച് ചോദിച്ചാൽ, നിന്റെ സമ്പത്തിനെ സംബന്ധിച്ച് ചോദിച്ചാൽ, അതിനൊക്കെ വ്യക്തമായ മറുപടി പറയാൻ കഴിയുന്നവരുടെ കൂട്ടത്തിൽ നമുക്ക് പെടണം. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. മഹാന്മാർ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനോട്, അതുപോലെ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനോട്, മാലിക് ഇമാമിനോട്, അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട്, അവരോട് ചോദിച്ചവർക്ക് മറുപടി പറയാനുണ്ട്. നമ്മുടെ ഉലമാഇന് മറുപടി പറയാനുണ്ട്. മഹാന്മാർക്ക് മുഴുവനും മറുപടി പറയാനുള്ള അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമുക്ക് ഈ മഹ്ളറത്തുൽ ബദ്രിയ സമ്മാനിച്ച മഹാൻ അഭിവന്യരായ സുൽത്താനുൽ ഉലമാ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഈ മഹ്ളറത്തുൽ ബദ്രിയ ഈ കോലത്തിൽ നമുക്ക് സമ്മാനിച്ച മഹാനവറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളോട് ചോദിക്കാൻ, നിങ്ങൾ ആയുസ് എന്തിനാ നിങ്ങൾ ചെലവാക്കിയത് എന്ന് ചോദിച്ചാൽ, ഒരു സെക്കൻഡ് സഹോദര, നമ്മളെ ജീവിതത്തിൽ ഒരു സെക്കൻഡ് മഹാനായ സുൽത്താൻ ഉലമക്ക് കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ ഒരു കൊല്ലത്തെ ജീവിതത്തിന്റെ ഫലം ചെയ്യുകയാണ്. നമ്മളെപ്പോലെ സമയം 24 മണിക്കൂറാണ് ഉസ്താദ് അവർകൾക്കുള്ളത്. അല്ലാഹു ജല്ല ജലാലു, അല്ലാഹു തആല ഉസ്താദ് അവർക്ക് കൊടുക്കുന്ന റിഫഅത്ത്, അല്ലാഹു തആല ഉസ്താദ് അവർക്ക് കൊടുക്കുന്ന സ്ഥാനം, സഹോദരങ്ങളെ, അത് തഖ്വയുടേതാണ്.
അത് സൂക്ഷ്മതയുടേതാണ്. അത് പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങുമ്പോ അല്ലാഹു തആല അങ്ങനെ ഉയർച്ച കൊടുക്കുകയാ. ഈ മഹ്ളറത്തുൽ ബദ്രിയ നമ്മൾ ആഘോഷിക്കുമ്പോ, ഇതിന്റെ വാർഷിക പരിപാടി നമ്മൾ സംഘടിപ്പിക്കുമ്പോ, അൽഹംദുലില്ലാഹ് ഇന്ത്യൻ മുസൽമാന്റെ അഭിമാന തേജപുഞ്ചമായ സുൽത്താനുൽ ഉലമ, ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ ഗ്രാൻഡ് മുഫ്തി എന്ന പ്രത്യേകമായ പദവിയിലും എത്തി നിൽക്കുന്നു. അല്ലാഹു തആല ഇനിയും വളർത്തട്ടെ, അല്ലാഹു റാഹത്താക്കട്ടെ. നമുക്കെന്നെ തിരിഞ്ഞില്ല എന്താ ഈ സംഗതി, ഗ്രാൻഡ് മുഫ്തി എന്ന് പറഞ്ഞാല് ഇതെന്താ ഈ സംഗതി, ഗ്രാൻഡ് മുഫ്തി എന്നെല്ലാം പറഞ്ഞ അങ്ങനെ ഉണ്ടോ? അത് കേരളം നമ്മുടെ നാട്ടിന് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മൊത്തത്തില് 15 കോടി 20 കോടി ഇന്ത്യക്കാർ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ അതിലാകെ നമ്മളെ മുസ്ലിമീങ്ങൾ എത്രയാണ് കേരളത്തിലുള്ളത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കും. കണക്കെടുപ്പ് ഞാൻ എന്റെ വകയിൽ പറയല്ല. ആകെ കേരളത്തില് മനുഷ്യന്മാരെന്നെ കുറച്ചേ ഉള്ളൂ. ആകെ കേരളത്തിലെ ജനസംഖ്യ 2-3 കോടി, അങ്ങനെ ചുരുങ്ങ അത്രയേ ഉള്ളൂ. നമ്മൾ നാടൻ നമ്മൾ ഭൂപടം നോക്കിയാൽ മതി കേരളം എങ്ങനെയുള്ളത്. നമ്മൾ ഈ ദോശക്കല്ല ഇങ്ങനെ വരച്ചു കൊടുക്കുന്ന പോലെയാ കേരളം ഇന്ത്യന്റെ ഭൂപടത്തിൽ ഒന്ന് വരച്ചു കൊടുത്തതാ. അത്രയും ആകെ കാണാനുള്ളൂ. ഇതെങ്ങനെയാണ് ഇത് ശ്രീലങ്കയിലേക്ക് വീണു പോകുന്നുണ്ടെങ്കിൽ നിൽക്കുകയാണ്. അത് ലാസ്റ്റ് പോസ്റ്റ് മൂപ്പര് ആഞ്ഞ് വലിഞ്ഞ് നടന്നാൽ അപ്പുറത്തേക്ക് പോകും. അത്രയേ ആകെ ഉള്ളൂ. ഈ കേരളത്തിൽ നമുക്ക് അല്ലാഹു വലിയ റിഫത്തും ഉയർച്ചയും തന്നിട്ട് അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. അറബ് രാജ്യങ്ങളിൽ പോയാൽ തന്നെ ഈ കേരളം ഇന്ത്യയിൽ പെട്ടെന്ന് അറബിയൊക്കെ തന്നെ കുറെ ആൾക്ക് അറിയില്ല. കേരളം മലബാറായിട്ട് അവർ മലബാരി തന്നെ നമ്മൾ വിളിക്കലും മലബാരികളായിട്ട് അറിയപ്പെടലും. ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത് ഡൽഹി, ബംഗാള്, അതുപോലെ തന്നെ ബോംബെ തുടങ്ങിയ ഉത്തരേന്ത്യൻ സ്റ്റേറ്റുകളിലെയാണ് പൊതുവെ ഇന്ത്യ ആയി അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ആരാണ് കൂടുതലുള്ളത്? ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ കേരളത്തിലുള്ള നമ്മൾ കുറച്ച് ആളുകൾ മാറ്റിവെച്ചാൽ നമ്മളെ സംബന്ധിച്ച് മുസ്ലിങ്ങളാന്ന് തന്നെ ഉത്തരേന്ത്യക്കാർക്ക് അറിയില്ല ശരിക്കും. കാരണം ഉറുദു അറിയാത്ത ടീം മുസ്ലിങ്ങളല്ല എന്ന് അവർ പറയും. നമുക്ക് ഉറുദു അറിയാത്തത് കൊണ്ട് അതിനും മാറ്റം വരുത്തിയത് മഹാനായ സുൽത്താനുൽ ഉലമയാണ്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. സഹോദരങ്ങളെ, അപ്പോ ഈ കേരളത്തില് നമ്മൾ കുറച്ചാളുകൾ മാറ്റിവെച്ചാൽ ബാക്കി എല്ലാ തമിഴ്നാട്ടിലെ കുറച്ചാളുകളെയും മാറ്റിവെക്കിയ ബാക്കിയുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും ഇന്ത്യയിൽ ഉറുദു സംസാരിക്കുന്നവരാണ്. 10-15 കോടിയിലേറെ വരുന്ന മുസ്ലിമീങ്ങൾ അവർ ഉറുദു പറയുന്നവരും വളരെ കുറഞ്ഞ ഒരു സമൂഹം ദയൂബന്ദികളായി തബ്ലീഗ് ജമാഅത്തുകാരും ഖാദിയാനികളും ഷിയാക്കളുമായി മാറ്റിവെച്ചാൽ ബഹുഭൂരിപക്ഷം ഒരു 10-13 കോടിയിലേറെ മുസ്ലിമീങ്ങൾ ഇന്ത്യ രാജ്യത്ത് ബറേൽവികളാണ്. ഈ ബറേൽവി എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു ഓരോ സംഘടനയല്ല. ബറേൽവി എന്ന് പറഞ്ഞ സംഘടനയല്ല. അത് മഹാനായ ആലാ ഹസ്രത്ത് ഇമാം അഹമ്മദ് റസാ ഖാൻ ബറേൽവി തങ്ങളിലേക്ക് ചേർത്തിയിട്ട് ആ മഹാന്റെ പിന്നിൽ വന്ന ആളുകൾ എല്ലാ മുസ്ലിമീങ്ങളും നമ്മളെല്ലാവരും ശരിക്കും ബറേൽവികളാണ്. കാരണം ആ വഴി അംഗീകരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വതആല മഹാനവറുകൾക്ക് ഉസ്താദവറുകൾക്ക് നൽകിയ ഒരു സ്ഥാനം, ഒരു റിഫഅത്ത്, ഒരു പ്രധാനപ്പെട്ട ഒരു സന്തോഷം ഇപ്പോൾ നമുക്ക് സുന്നികൾക്കുള്ളത്. ഈ ഉത്തരേന്ത്യയിലെ ആലിമീങ്ങൾക്കിടയിൽ തന്നെ വലിയ ശുഹറത്ത് നേടിയ ഒരു മഹാനുണ്ടായിരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദ്യകാല നേതാക്കളിൽ പ്രധാനിയായി കേരളത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ടിലൊക്കെ ജീവിച്ച ഉലമാക്കളിൽ ഇമാം എന്ന് ചിലപ്പോഴും വിളിച്ചു പറയും. നമ്മൾ പള്ളിയിലെ ഇമാമല്ല, ഇമാം സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അല്ലെങ്കിൽ ഇമാം ഗസാലി എന്നൊക്കെ പറയുന്നത് പോലെ ഇമാം എന്ന് ചേർത്ത് വിളിക്കുന്ന ഒരു പണ്ഡിതനുണ്ടായിരുന്നു, ഇമാം അഹ്മദ് കോയ ശാലിയാത്തി നവ്വറല്ലാഹു മർഖദഹു. ആ മഹാനായ ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവര് ക്രോഡീകരിച്ചതാണ് മഹ്ളറത്തുൽ ബദ്രിയയിലെ ഈ ബദർ ബൈത്ത്, ബദരീങ്ങളുടെ അസ്മാ. അത് മഹാനായ അഹ്മദ് കോയ ശാലിയാത്തിയുടേതാണ്. അല്ലാഹു ദറജയേറ്റി കൊടുക്കട്ടെ. ആ മഹാനവർകൾക്ക് ഒരു പവർ ഉണ്ടായിരുന്നു. തെന്നിന്ത്യൻ മുഫ്തിയായിരുന്നു മഹാനവർകൾ. ഇന്ത്യയുടെ ഈ ഭാഗത്തുള്ള നമ്മുടെ സ്റ്റേറ്റുകളിലെ 4 മദ്ഹബിലും ഫത്വ കൊടുക്കാൻ പറ്റുന്ന വലിയ മുഫ്തിയായിരുന്നു, തെന്നിന്ത്യൻ മുഫ്തിയായിരുന്നു അഹ്മദ് കോയ ശാലിയാത്തി. ആ മഹാനവറുകൾക്ക് ശേഷം സഹോദരങ്ങളെ, ഈ ആലാ ഹസ്രത്ത് എന്ന് പറയുന്ന ബറേൽവി എന്ന് പറയുന്ന ഒരു മഹാനുണ്ടല്ലോ, ആലാ ഹസ്രത്ത് ഇമാം അഹ്മദ് റസാ ഖാൻ. ആരാണ് മഹാനവറുകൾ? ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ രചിച്ച മഹാൻ. ചെറിയ കാലത്ത് ജീവിച്ചിട്ട് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ രചിച്ച, 8 ദിവസം ഹറമിൽ താമസിച്ചിട്ട് 8 കിതാബ് എഴുതിയ മഹാൻ. എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും അവഗാഹമുള്ള പ്രഗത്ഭനായ നൂറ്റാണ്ടിന്റെ മുജദ്ദിദായി മഹാന്മാരെണ്ണുന്ന മഹാനായ അഹ്മദ് റസാ ഖാൻ. ആ മഹാനവറുകളുടെ മകന്റെ മകനുണ്ടായിരുന്നു
കഴിഞ്ഞ ജൂലൈയിലാണ് മഹാനവറുകൾ വഫാത്തായത്. 2018 കഴിഞ്ഞ വർഷം. ആ സമയത്ത് വഫാത്തായി അഖ്തർ റസാ ഖാൻ ബറൽവി റഹ്മത്തുള്ളാഹി അലൈഹി. ആ മഹാനവറുകൾ വഫാത്താകുമ്പോൾ നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കണം, ഗൂഗിളിൽ അടിച്ചു നോക്കണം. ഇതൊന്നും പറയാനോടും പറയേണ്ടതില്ല. ഞാൻ പറയുന്നത് നമുക്കൊരു തുമനത്തിനോട് ഞാൻ പറയാം, നമ്മുടെ സന്തോഷത്തിന്. ഗൂഗിളിൽ അഖ്തർ റസാ ഖാൻ അടിച്ചു നോക്കിയാല് മഹാനവറുകളുടെ വഫാത്തിന്റെ സമയത്ത് ജനാദ സംസ്കരണത്തിൽ പങ്കെടുത്ത 50 ലക്ഷം അല്ലെങ്കിൽ 1 കോടിയോളം വരുന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ജനാവലി മഹാനവറുകളുടെ മയ്യിത്ത് സംസ്കാരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ മഹാനായിരുന്നു ഏറ്റവും അവസാനം ഇന്ത്യയിലെ ഗ്രാൻഡ് മുഫ്തി. ഈ ബറൽവികൾക്കിടയില് 10-15 കോടി മുസ്ലിമീങ്ങളുടെ ആത്മീയ അധ്യക്ഷനായിരുന്നു മഹാനവറുകൾ. മഹാനവറുകളുടെ വഫാത്തിന് ശേഷം അവര് കുലങ്കഷമായി ചിന്തിച്ചു, ഇനി ആരാണ് ആ വഴിയിലേക്ക് വരേണ്ടത് എന്ന് അവർ ആലോചിച്ചപ്പോ കേരളത്തിൽ മുമ്പ് അങ്ങനത്തെ ഒരു സാധ്യത ഉണ്ടായില്ല. കാരണം അധികം ആളുകളും മലയാളം പറഞ്ഞാൽ അറബി അറിഞ്ഞൂടാ, അറബി പറഞ്ഞാൽ ഉറുദു അറിഞ്ഞൂടാ എന്നുള്ള കണ്ടീഷനാ. അബ്ദുള്ളന്റെ ശൈലിയിൽ പറഞ്ഞാൽ കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ച് ഡൽഹിയിൽ പോയാൽ ഹിന്ദിയിലും ഉറുദുവിലും, അറബ് രാജ്യങ്ങളിൽ പോയാൽ അറബിയിലും, അമേരിക്കയിൽ പോയാൽ ഇംഗ്ലീഷിലും, എല്ലാ ഭാഷയിലും സംസാരിക്കുന്നത് കൊണ്ട് കാന്തപുരം വെട്ടിൽ വീണില്ല എന്ന് പറഞ്ഞില്ലേ? അതുപോലെ എല്ലാ ഭാഷകളും കൈകാര്യം ചെയ്യുന്ന ഉസ്താദ് അവറുകൾ എല്ലാ മദ്ഹബിലും പ്രാപ്തനായതുകൊണ്ട് മഹാനായ ഉസ്താദ് അവറുകളെ ഗ്രാൻഡ് മുഫ്തിയായിട്ട് അവിടത്തെ പണ്ഡിതന്മാര് തീരുമാനിച്ചിട്ട് ഒരു സമ്മേളനം ഡൽഹിയിൽ SSFന്റെ വകയിൽ സംഘടിപ്പിച്ചപ്പോ ആ ഡൽഹിയിൽ വെച്ചത് പ്രഖ്യാപിക്കുക മാത്രമാണ് ചെയ്തത്. ഞാൻ പറഞ്ഞെന്തെന്നറിയോ? ഈ മഹാനായ അഹ്മദ് കോയ ശാലിയാത്തി നവ്വറല്ലാഹു മർഖദ മഹാനവറുകൾ ക്രോഡീകരിച്ച ഹളറത്തുൽ ബദരിയയിലെ ഈ മഹത്തായ ബദർ മൗലീദിന്റെ ഈ ബദർ മാലയുടെ അല്ലെങ്കിൽ ഈ മദ്ഹിന്റെ ഈരടികള് മഹാന്മാരുടെ അസ്മാഉകൾ ക്രോഡീകരിച്ച മഹാനവറുകളുടെ ഇജാസത്ത് നമുക്ക് തന്ന മഹാനായ സുൽത്താനുൽ ഉലമാ, ആ മഹാനവറുകളുടെ പിൻഗാമിയായി അവരുടെ ഉസ്താദാണ്, ഹനഫി മദ്ഹബിലുള്ള ഉസ്താദാണ് അഹ്മദ് കോയ ശാലിയാത്തി തങ്ങളുടെ ഉസ്താദാണ് മഹാനായ അലാ ഹസ്രത്ത് ഇമാം അഹ്മദ് റസാ ഖാൻ ബറൽവി. ആ പരമ്പരയിലെ മഹാന്മാരുടെ പിന്നാലെ ഈ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട മുഫ്തി പദത്തിലേക്ക് മഹാനായ സുൽത്താനുൽ ഉലമാ അവരോധിക്കപ്പെടുകയും ചെയ്ത വലിയ സന്തോഷം ഞാൻ പറഞ്ഞു നിർത്തുന്നു. സഹോദരങ്ങളെ, നാളെ ആഖിറത്തിലെത്തിയാൽ അല്ലാഹ് ചോദിക്കും, നിങ്ങൾ എന്താണ് ചെയ്തത്? സഹോദരങ്ങളെ, ഈ കാണുന്ന തലേക്കെട്ടുള്ള മുതഅല്ലിമീങ്ങൾ, ഈ കാണുന്ന ഉസ്താദുമാരുടെ ഇസ്സത്തും റിഫത്തും, ഇന്ന് കാണുന്ന ഇസ്ലാമിക ചലനങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സഹോദരങ്ങളെ 2500-ലേറെ പള്ളികൾ സ്വന്തം പരിശ്രമം കൊണ്ട് നിർമ്മിച്ച ഒരേ ഒരു പണ്ഡിതനി അടുത്ത കാലത്തൊന്നും കാണാനേയില്ല. മഹാനായ സുൽത്താനുൽ ഉലമാ കോടിക്കണക്കിന് അനുയായികളെ കാണിച്ചു കൊടുത്തിട്ട് ആഖിറത്തിൽ പറയാൻ പറ്റും, അല്ലാഹ് ഈ ചെറുപ്പക്കാരെയൊക്കെ ഞാൻ സന്തോഷത്തോടെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. അല്ലാഹ് പലരും അധർമ്മകാരികളായി, തമ്മാടികളായി ചെറുപ്പക്കാരങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോ മഹളറത്തുൽ ബദരിയ അടക്കമുള്ള ആത്മീയ മജ്ലിസുകൾക്ക് ഞാൻ നിർദ്ദേശം നൽകിയല്ലോ. ധാരാളം സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ പരിശ്രമിച്ചു. എത്രയാണ് ഈ രാജ്യത്ത് റോഡുകളിൽ തമ്മാടികളായി അലഞ്ഞു തിരിയേണ്ടിയിരുന്ന യതീമുകൾ, പാവപ്പെട്ട മക്കൾ, അഗതി മക്കള്, അവരെ എത്രയാണല്ലോ ഞാൻ കൈപിടിച്ചു കൊണ്ടുവന്ന് എന്റെ സ്ഥാപനത്തിൽ വളർത്തുകയും എന്റെ കൂട്ടത്തിലുള്ളവരുടെ സ്ഥാപനത്തിൽ പഠിപ്പിക്കുകയും ചെയ്ത് സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഉന്നത നിലവാരമുള്ള ഡോക്ടർമാരാക്കി, എഞ്ചിനീയർമാരാക്കി, വലിയ വലിയ കിടയറ്റ പണ്ഡിതന്മാരാക്കി പാവപ്പെട്ട ആളുകളെ ഞാൻ വളർത്തി. അല്ലാഹ് എത്രയാണ് പാവപ്പെട്ട പെൺകുട്ടികളുടെ നിക്കാഹുകൾ നടക്കുന്നത്, എത്രയാണ് സംവിധാനങ്ങൾ നടക്കുന്നത്, എത്ര മക്കളാണ് ഹിഫ്ള് പഠിക്കുന്നത്, എത്ര മക്കളാണ് ഇൽമ പഠിക്കുന്നത്, എത്രയാണ് ഇൽമ പ്രസരണം ചെയ്യുന്നത്. സഹോദരങ്ങളെ, ഈ സകല പ്രവർത്തനങ്ങളുടെയും ക്രെഡിറ്റ് പോകുന്നത് നമ്മൾ എന്ത് ചെയ്താലും സാധാരണ ജനങ്ങൾ പറയുന്നത് ഏപ്പിക്കാരാണ് എന്നാണ്. ഞാൻ പറഞ്ഞതൊരു മോശമല്ല. ആ പേര് പോകുന്നത് മഹാനായ സുൽത്താനുൽ ഉലമയിലേക്കല്ലയോ? ഒരു 10 സ്വലാത്ത് ചൊല്ലിയാ ചിലപ്പോൾ ആളുകൾ പറയും ഏപ്പിക്കാർ വന്നിട്ടുണ്ട്, ബുർദ ചൊല്ലിയാ ചിലപ്പം പറയും ഏപ്പിക്കാർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതൊരു ക്രെഡിറ്റ് ആണ്, അതൊരു സന്തോഷമാണ്. നാളെ ഉസ്താദ് അവരുടെ മഹ്ശറയിൽ ചോദിക്കുമ്പോൾ ഉസ്താദിന് പറയാനുണ്ട്, നമുക്ക് പറയാൻ കഴിയണം. നമുക്കും അല്ലാഹുവിന്റെ മുമ്പിൽ
വെക്കാൻ കഴിയണം. അല്ലാഹുവേ, കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല അല്ലാ. അതേ സമയത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഇന്റെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്നു അല്ലാ. നിന്റെ ദീനിന് എന്നെ കൊണ്ട് കഴിയുന്നത് പോലുള്ള ഖിദ്മത്ത് ചെയ്തു അല്ലാ. പല ചെറുപ്പക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മാടിയായി നടന്നപ്പോ ഞാൻ എന്റെ നാട്ടിലുള്ള ഉസ്താദുമാരുടെ പിന്നിൽ സുന്നത്ത് ജമാഅത്തിന്റെ സെന്ററുകളിൽ പോയി, അല്ലെങ്കിൽ സൗകര്യം ഒരുക്കപ്പെടുന്ന സുന്നത്ത് ജമാഅത്തിന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ പോയി മഹദറത്തുൽ ബദരിയ ചൊല്ലി അല്ലാ, നിന്റെ അസ്മാകൾ ചൊല്ലി അല്ലാ. ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാര് പലരും റിമോട്ട് കൺട്രോൾ എടുത്ത് ഇങ്ങനെ ചാനൽ മാറ്റിക്കൊണ്ടിരിക്കുമ്പോ ഞങ്ങളെ ഉസ്താദുമാര് ഞങ്ങളെ കയ്യിലെ തസ്ബീഹ് മാല തന്നു അല്ലാ. ഞങ്ങൾ ആ തസ്ബീഹ് മാല ചൊല്ലി പിടിച്ചിട്ട് ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലി അല്ലാ, ധാരാളം തസ്ബീഹ് ചൊല്ലി അല്ലാ. ആത്മീയമായ മജ്ലിസുകൾക്ക് ഞങ്ങൾ ഉലമാഇന്റെ കൂടെ ജീവിച്ചു അല്ലാ. ഞങ്ങൾക്കുണ്ടായ ചെറിയ ചെറിയ സമ്പത്തുകൾ നിന്റെ ദീനിനും സുന്നത്തു ജമാഅത്തിനും നീക്കിവെക്കാൻ ഞങ്ങൾ പരിശ്രമിച്ചു അല്ലാ. ഉലമാഇനെ പരീക്ഷിക്കപ്പെടുമ്പോ, പ്രയാസപ്പെടുത്തുമ്പോ അവരുടെ പിന്നിൽ ഞങ്ങൾ അവർക്ക് കഴിയുന്ന നിലക്കുള്ള പിന്തുണ കൊടുത്തു അല്ലാ. എന്നെ കേൾക്കുന്ന ഉമ്മമാരെ, ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ഈ മഹദറത്തുൽ ബദരിയ നമുക്ക് നാളെ ആഖിറത്തിൽ വലിയ സന്തോഷമായി കൂടെ വരണം. വഖാലിതിസ് സുലഹാ നിൽതസ്സലാഹ ബിഹിം ലിഅന്നഹും ഫീ വുജൂഹിൽ അർളി യഖ്മാറു മാഉൽ കനീഫി ഇദാ മസാല മുഖ്തലിതാ ബിമാഇ നഹരിൻ ഫസാലത് മിൻഹു അഖ്ദാറു. മഹാന്മാര് പറഞ്ഞത് കേട്ടില്ലേ? നമ്മുടെ ഉമ്മമാർ, നമ്മുടെ സഹോദരന്മാര്, നമ്മുടെ ഭർത്താക്കന്മാര്, നമ്മുടെ ബാപ്പമാര് കേരള മുസ്ലിം ജമാഅത്തിന്റെ ആദരണീയരായ നേതാക്കളായി നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ വന്ന SSFന്റെ സജീവ പ്രവർത്തകരായി നമ്മുടെ ഭർത്താവ്, ആങ്ങളമാര്, നമ്മുടെ മക്കൾ സജീവമായിട്ടുണ്ടാകണം. SSFന്റെ പ്രവർത്തകരായി നമ്മുടെ മക്കൾ സജീവമായി മുന്നിലുണ്ടാകണം. വഴിപിഴച്ചു പോകുന്ന കാലമാണ്. ചെറുപ്പക്കാരതാ മയക്കുമരുന്നിനും കള്ളിനും കഞ്ചാവിനും അഡിക്റ്റായി പോകുന്ന കാലമാണ്. അവരെ കൈപിടിച്ച് നിയന്ത്രിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ നല്ല ചുറുചുറുക്കുള്ള ഉലമാഇന്റെ കൂടെ, സജീവമായ ഇഖ്ലാസ് ഉള്ള പ്രവർത്തകന്മാരുടെ കൂടെ നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞു വിടണം. നല്ലവരുടെ കൂടെ കൂടിയാൽ അവർക്ക് മുഖേന അവർ ഭൂമിയിൽ അവർ പൂനിലാവ് ഉപയോഗിക്കുന്ന കമറുകളാണ്. അവരെ പിന്നാലെ കൂടണോ? എന്നിട്ട് മഹാനവർകൾ പറയും, എന്തൊരു ഉദാഹരണമാണ്. മാഉൽ കനീഫി ഇദാ മസാല മുഖ്തലിതാ ബിമാഇ നഹരിൻ ഫസാലത് മിൻഹു അഖ്ദാറു. കാണുന്നില്ലേ ഉമ്മമാരെ, ചെറുപ്പക്കാരെ, നമ്മളെ വീട്ടിൽ നിന്ന് ഒഴുകുന്ന വേസ്റ്റ് വെള്ളം എന്തൊരു ദുർഗന്ധാണ്. ചില സ്ഥലത്തൊക്കെ പോയാൽ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം റോഡ് സൈഡിലൊക്കെ എത്തുമ്പോൾ ആളുകൾ മൂക്ക് പിടിക്കാം. അഴുക്ക് ജാലിലെ ദുർഗന്ധമുള്ള വെള്ളം, ആ വെള്ളത്തിന് എന്തൊരു നാറ്റമാണ്. എന്നാൽ ആ വെള്ളം ഒഴുകി 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 നല്ല പുഴയിലുള്ള വെള്ളത്തോട് കൂടി ചേർന്നിട്ട് ഒഴുകാൻ തുടങ്ങിയാൽ ഫസാലത്ത് മിൻഹു അഖ്ദാറു, പിന്നെ ആ വെള്ളത്തിന് നാറ്റില്ല. പിന്നെ പുഴയിലെ വെള്ളം കൊണ്ട് ഒതുവെടുക്കാം. അത് ത്വാഹിറും മുതഹിറും എല്ലാം ത്വഹൂറുമാവുകയാണ്. ആ വെള്ളം പരിശുദ്ധമാവുകയാണ്. ഇതുപോലെ ഏത് മോശമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന നമ്മുടെ ഭർത്താവും, നമ്മുടെ ആങ്ങളമാര്, നമ്മുടെ മക്കള്, നമ്മളെല്ലാം സ്വാലിഹീങ്ങളായ ഒരു സമൂഹമുണ്ട്. നല്ലത് പ്രവർത്തിക്കുന്ന ഒരു ടീമുണ്ട്. അവരെ കൂടെ കൂടിയാൽ നമ്മളും നന്നാകും, നമ്മുടെ കുടുംബം നന്നാകും. അതുകൊണ്ട് SSFന്റെ പ്രവർത്തകരായി, SYSന്റെ പ്രവർത്തകരായി, കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വമായി നമ്മുടെ കുടുംബത്തിൽ നിന്ന് മെമ്പർമാരുണ്ടാകണം. നമ്മൾ അവരോട് ചോദിക്കണം, ഇന്ന് SSFന്റെ യോഗമൊന്നും ഇല്ലേ, SYSനൊന്നും പ്രവർത്തിക്കലൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്നൊരവസ്ഥ വേണം. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്തു തരട്ടെ. അള്ളാഹു നമുക്ക് കബൂലിയത്ത് തരട്ടെ. നമ്മുടെ ആയുസ് തന്ന റബ്ബിനോട് കടപ്പാട് വേണം. സമയം തന്ന റബ്ബിനോട് കടപ്പാട് വേണം. മുത്തായ തങ്ങളുടെ ഉമ്മത്തിൽപ്പെടുത്തിയ റബ്ബിനോട് നന്ദിയുള്ളവരാകണം. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അള്ളാഹു നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു നമ്മെ കബൂലാക്കി തരട്ടെ. സഹോദരങ്ങളെ, നമുക്ക് ദുആ ചെയ്തിട്ട് പിരിയാം. തങ്ങൾ പാപ്പ നേരത്തെ നന്നായിട്ട് ദ്വാരന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ചെറിയ നിലക്ക് നമുക്ക് ദ്വാരന്നിട്ട് നമുക്ക് പിരിയാം. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ സദസ്സ് എല്ലാവരും ഒന്ന് എഴുന്നേൽക്ക്.
അള്ളാഹു ബർക്കത്താക്കട്ടെ. ആര് പോലെട്ടോ ഇൻഷാ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ല്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു. പരമാവധി ആ ബാക്കിലുള്ള ആളെ മുമ്പോട്ട് വന്നാല് എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത്. ഇനി വയലൊന്നുമില്ല, മതിയാക്കി. മുഹമ്മദുർ റസൂലുള്ളാഹ് അഹ്മദുല്ലാഹൽ വലി സ്വല്ലാ അലാ ഖൈരിൻ നബി ബിസ്മി ഖൈരി മുൻജലിയാ സയ്യിദി ഖൈറൻ നബി توبة طالبت منك يا شفيع المذنبين ثوبي طاهر عن سواك سيدي خير النبي لا إله إلا الله بركة ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ സദസ്സ് അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ സ്വീകരിക്കട്ടെ. അല്ലാഹു നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. സഹോദരങ്ങളെ, ഈ സദസ്സിന്റെ ഒരു സന്തോഷം എന്നാൽക്ക് എല്ലാ സ്ഥലത്ത് പോയാലും നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടിൻ്റെ ഉസ്താദിക്ക് എന്തെങ്കിലും ഒരു പരിപാടിൻ്റെ ബഖിയത്ത് എന്തെങ്കിലും ഒന്ന് വേണം സുന്നത്ത് ജമാഅത്തിന് ഖിദ്മത്ത് ചെയ്യാൻ. അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. ധാരാളം ആളുകളുണ്ട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവർ. എല്ലാവർക്കും അല്ലാഹു സന്തോഷം നൽകട്ടെ. എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു സ്വീകരിക്കും. നമ്മുടെ സയ്യിദി ഉസ്താദിന്റെ കുടുംബത്തിൽ ഒരാൾ മരിച്ചുപോയി. അള്ളാഹു തആല അവർക്ക് റഹ്മത്ത് ചെയ്ത് കൊടുക്കട്ടെ. കുടുംബത്തിന് അള്ളാഹു സമാധാനം കൊടുക്കട്ടെ. എല്ലാവർക്കും. അതുപോലെ വേറെ ഏതോ ഒരു ഉസ്താദിന്റെ കുടുംബത്തിൽ അവർ 2 ആളുകൾ ആക്സിഡന്റ് ആയിട്ട് മരിച്ചു എന്ന് നേരത്തെ ഒരാൾ പറഞ്ഞു. അള്ളാഹു തആല അവർക്കും റഹ്മത്ത് ചെയ്ത് കൊടുക്കട്ടെ. എല്ലാ സന്തോഷങ്ങളും അള്ളാഹു നൽകട്ടെ. അപകടങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ. സഹോദരങ്ങളെ, ഈ പരിപാടിക്ക് നമ്മളെല്ലാവരോടും ചോദിക്കാം, ഏതെങ്കിലും ഒരാള് നമ്മളെ കൂട്ടത്തില് മഹാന്മാരെ ഞാൻ പറഞ്ഞില്ലേ, അസ്മാഉൽ ബദറും മഹദറത്തുൽ ബദരിയും, അതൊരു വലിയ സന്തോഷമാണ്. ഏതെങ്കിലും ഒരാള് 1000 രൂപ ഈ സദസ്സിൽ, ഞാൻ സാധാരണ ചോദിക്കൽ തന്നെ 24ഉം 12ഉമാണ്. അത് പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഇവിടെ ചോദിക്കേണ്ടയില്ല, നിങ്ങളെപ്പോൾ കൊടുക്കുന്നവരാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരാൾ 1000 ഉറുപ്പ്യ എൻ്റെ ഈ സദസ്സിൽ എൻ്റെ വക കൊടുക്കുക. ഇപ്പോൾ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ കൊടുക്കുക. ഇനി അതല്ലെങ്കിൽ നാളെ മറ്റന്നാളെ കൊടുത്താലേ അങ്ങനെ കൊടുത്താൽ മതി. 2 ദിവസം കഴിഞ്ഞിട്ട് കൊടുത്താലും മതി. ആരെങ്കിലും 1000 ഉറുപ്പ്യ ഉള്ളവരുണ്ടാവുമോ? അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. കൈമുദ്ദിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടാ? ഏതെങ്കിലും ഒരാൾ അള്ളാഹു ബർക്കത്താക്കട്ടെ. ഒരു പിരിവെടുക്കാൻ വേണ്ടിയിട്ടായിട്ട് പറഞ്ഞല്ല, അങ്ങനെയാണ് കുറേ ചോദിക്കും. അള്ളാഹു ഉണ്ടോ? അൽഹംദുലില്ലാഹ്, ഒരാൾ കൊടുത്തയച്ചു. ഖുലു തക്ബീർ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. ഹസൻ മാസ്റ്റർ, അല്ലാഹുവേ നബി, അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനേ. ആമീൻ. നാട്ടുകാർക്ക് ആമീൻ പറയാൻ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. എന്താ ഇങ്ങനെ വേറൊരാൾക്ക് ദ്വാരക്കുന്നോണ്ടാ നിങ്ങൾ ആമീൻ പറയാത്ത? നിങ്ങൾക്ക് കേൾക്കണോ? വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാന ഫീ ഔനി അഖീഹി, അല്ലെങ്കിൽ മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. ഒരാൾ വേറൊരാളെ സഹായിക്കുമ്പോൾ, സഹോദരനെ സഹായിക്കുമ്പോൾ അള്ളാഹു അവനെ സഹായിക്കുന്ന. നമ്മൾ ഒരാൾക്ക് രോഗം മാറാൻ വേണ്ടി ദ്വാരന്നാൽ ആ രോഗം നമുക്ക് വരാണ്ട് അള്ളാഹ് കാക്കുന്നല്ലേ ഉസ്താദിന്റെ അർത്ഥം? അപ്പൊ നമ്മൾ വേറൊരാൾക്ക് ദ്വാരക്കുന്നതിന് പിശുക്ക് കാണിക്കാൻ പാടില്ല. മറ്റൊരാൾക്ക് നമ്മൾ ദ്വാരന്നാൽ നമുക്ക് ആ ദ്വാരുന്ന സംഗതി ചോദിക്കാൻ തന്നെ നമുക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇഖ്ലാസിൽ ആമീൻ പറ. അല്ലാഹുവേ മാസ്റ്റർക്ക് നീ റഹ്മത്ത് ചെയ്യണം അല്ലാഹ്. ഈ സദസ്സിന്റെ സന്തോഷം ആദ്യം തന്നെ കൊടുത്തയച്ചിട്ട് അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ആവശ്യമുള്ള പണമാണ് അദ്ദേഹം ചോദിക്കുമ്പോൾ തന്നെ തന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിലേക്ക് ഏൽപ്പിക്കാതെ നീ തന്നെ നിറവേറ്റി കൊടുക്കണേ രാജാവേ. ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ. അള്ളാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്. ഇനി ആരും കൊണ്ടോ 1000 ഉറുപ്പ്യ ഇപ്പൊ കൊടുത്താക്കാനില്ലാത്തവര് പിന്നെ കൊടുത്താൽ മതി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പറയാൻ പറ്റുന്ന ഒരാളുണ്ടോ? 1000 ഉറുപ്പ്യ എന്റെ വകയിൽ കൊടുക്കാന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ. പെണ്ണുങ്ങളെ കൂട്ടത്തിൽ കുറേ സഹോദരിമാരുണ്ട്. ഉസ്താദെ ഇല്ലേ, കുറേ പെണ്ണുങ്ങളില്ലേ? ഉണ്ട്. അവിടെ വണ്ടിയസ് ഉണ്ടോ? പെൺകുട്ടികളാരോ
ഉണ്ടാ വയ്യ പറഞ്ഞാൽ കേൾക്കില്ല, ഞാനിപ്പോൾ നിർത്തും. അതുകൊണ്ട് ആരെങ്കിലും ഉണ്ടാവും. 1000 റുപ്യ വളരെ ചെറിയ പൈസയാണ്, ഒരു റീചാർജ് ചെയ്യുന്ന പൈസ. അള്ളാഹു ബർക്കത്താക്കി തരട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഉണ്ടാവും ഏതെങ്കിലും 2-3 ഉമ്മമാരുണ്ടാവും. മക്കളെ ഒന്ന് ചോദിച്ചു നോക്കിയാ 2-3 ഉമ്മമാര്, കുറച്ച് 2-3 ഒരു 10-15 ഉമ്മമാരെന്തായാലും തരാൻ പറ്റും. 1000 റുപ്യ തരാൻ പറ്റാത്ത ഉമ്മമാരൊന്നും ഉണ്ടാവില്ല. ഞാൻ എൻ്റെ യൂട്യൂബിൽ നിങ്ങൾ വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കോ. ലാസ്റ്റ് പിരിവെടുക്കുന്ന ഭാഗത്ത് ഒരു 12,000 കുടുങ്ങിയിട്ട് ചോദിച്ചത് എൻ്റെ ഓർമ്മയിൽ അടുത്ത കാലത്തൊന്നും ഉണ്ടാവില്ല. ധാരാളം ആളുകൾ തരും. ഇന്നലെയും ഞാൻ പറഞ്ഞില്ല, ഒരു സ്ഥലത്ത് വയലിൽ ചെറൂണി ബദിയെടുക്കൻ്റെ കുറേ ഉള്ളോട്ട് പോകണം. ആ നാട് കേൾക്കുമ്പോൾ തന്നെ ഒരു കർണാടക പോലെ തോന്നില്ലേ? അങ്ങനത്തെ ഒരു നാടാ. ഒരു കുണ്ട്, ഒരു കുഴി. അപ്പോൾ അവിടത്തേക്ക് വയലിന് പോയി. ഞാൻ അവിടെ നിന്ന് ഈ 12,000 ചോദിച്ചു. എനിക്കല്ല കേട്ടോ, അവർക്ക് തന്നെ. എത്രയോ ആളുകൾ പറഞ്ഞു അള്ളാഹു അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. കർണാടകയിൽ ബെൽത്തങ്ങാടി കുറേ അപ്പുറം, മംഗലാപുരത്ത് 10-70 കിലോമീറ്റർ അപ്പുറമായിരുന്നു മുനിയാന്ന് വയല് പറപ്പു. അവിടെ വലിയൊരു മഹാന്മാരുടെ ഔലിയാക്കളുടെ ഉറൂസ് നടക്കുകയാണ്. സാധുവായ ഞാൻ മുനിയാന്ന് അവിടെ വാതിന് പോയി. അപ്പൊ ഞാനിങ്ങനെ പോയി നോക്കുമ്പോൾ വിശാലമായ പള്ളിയും സൗകര്യമുണ്ട്. മക്കാമിൽ കയറി ദ്വാരക്കുമ്പോൾ പെണ്ണുങ്ങൾ മുമ്പ് തന്നെ കാണുകയാണ്. അതൊരു വലിയ ബുദ്ധിമുട്ടായിപ്പോയി. അപ്പൊ ഞാൻ വാതിലടക്കാൻ വേണ്ടി പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവിടെ സൗകര്യമില്ല, അത്രയേ സൗകര്യമുള്ളൂ. ഞാൻ അവിടുന്ന് പറഞ്ഞു, ഇത് എന്തായാലും നിങ്ങൾ പൊളിച്ചിട്ട് അടുത്ത ഉറൂസ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഉറൂസിന് മഹാന്മാരുടെ ഇതൊന്ന് ദർഗ ഒന്ന് ഉഷാറാക്കണം. അങ്ങനെ തുടങ്ങി 12,000 തുടങ്ങി. എത്ര ആളുകളാണ് പറഞ്ഞത് അല്ലാഹു സ്വീകരിക്കട്ടെ. അതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഞാനിങ്ങനെ രണ്ടാമതൊന്ന് സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി നോക്കുമ്പോൾ അതിന്റെ പ്രസിഡന്റ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഖുറാത്തങ്ങളുപ്പാപ്പ റൂസുൽ ഖാൻ വന്നിട്ട് ഇതേ വാക്ക് പറഞ്ഞിന്, ഈ മക്കാം ഒന്ന് പൊളിച്ചിട്ട് ശരിയാക്കണമെന്ന് ഖുറാത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല റഹ്മത്ത്. അപ്പോൾ തങ്ങൾ പറഞ്ഞതും എനിക്ക് തോന്നിയതെല്ലാം കൂടി ഒരുപോലെ ആയതുകൊണ്ട് സംഗതി ഏതായാലും പിരിവ് ഞാൻ അവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട്. അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ, അള്ളാഹു പൂർത്തീകരിക്കട്ടെ. അവർക്കൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾക്ക് വേണ്ടി നാളെ ഞാൻ ദ്വാരക്കും. അതുകൊണ്ടാണ് ഇന്നലെ പ്രസംഗിച്ചാക്കി ഇന്ന് ദ്വാരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ദ്വാരക്കണം, നിങ്ങൾ തരണം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആരെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞത് ഈ 1000 റുപ്യ ഞാൻ വളരെ കുറച്ച് കാലം ചോദിക്കലുള്ളൂ, അങ്ങനെ ചോദിക്കലില്ല. നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ 1000 റുപ്യ തരാൻ പറ്റുന്ന ആളുണ്ടോ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. 500 കൊടുക്കാൻ പറ്റുന്ന ആളുകളുണ്ടാവും. കീശയിലുള്ളവരോ ഇനി കൊടുക്കാൻ പറ്റുന്നവരോ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് എഴുന്നേൽക്ക്. എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവരും എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. പെണ്ണുങ്ങളെ ഭാഗത്താരെങ്കിലും ഉസ്താദ് ബില്ല് തന്നു, ആരെങ്കിലും തന്നു, 1 പെണ്ണുങ്ങൾ 2 പെണ്ണുങ്ങൾ തന്നു, ആരും പറഞ്ഞില്ലേ? ഹസൈന റാജിക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്, അള്ളാഹു വലിയ കബൂലിയത്ത് കൊടുക്കട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങളെല്ലാം മുമ്പിലോട്ട് പോവാ, അള്ളാഹു ബർക്കത്താക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും മുമ്പിലേക്ക് പോവാ. നിങ്ങളെ കയ്യിൽ നല്ലൊരു സംഭാവന. ഉസ്മാൻ ഫൈസി ഉസ്താദ് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. 500 റുപ്യ. അള്ളാഹുവേ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, നീ കബൂലാക്കണം റഹ്മാനെ, നീ സന്തോഷം നൽകണം റഹ്മാനെ. പെണ്ണുങ്ങളെ മക്കളെ ആരും തന്നില്ല, ഒറ്റ പെണ്ണുങ്ങൾ 1000 റുപ്യ പറഞ്ഞില്ല. അബ്ദുർ റഊഫ് 500 റുപ്യ. അള്ളാഹുവേ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ, നീ കബൂലാക്കണേ അല്ലാ. ഇനി ആരെങ്കിലും ഉണ്ടോ 500 റുപ്യ കൊടുക്കാൻ പറ്റുന്ന ആള്? ആരെങ്കിലും ഉണ്ടോ? പെണ്ണുങ്ങളെ കൂട്ടത്തിലൊക്കെ ധാരാളം ആളുണ്ടാവും. സമയം ലേറ്റ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറയണില്ല. എന്നാലും നിങ്ങളെല്ലാവരും കൊടുക്കുന്നവരായിരിക്കും, കൊടുക്കണം. നിങ്ങളെ വിഷയിലെല്ലാം ഉണ്ടോ 100 റുപ്യ 200 റുപ്യ ഉള്ളവരെല്ലാം അള്ളാഹു ബർക്കത്താക്കട്ടെ. നമ്മളെ ബന്ധം അള്ളാഹു സ്വർഗത്തിലെത്തിക്കുന്ന ബന്ധമാക്കി ബാമക്കൾ എല്ലാവരും അള്ളാഹു ബർക്കത്ത്. റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലി എല്ലാവർക്കും അള്ളാഹു കബൂലിയത്ത് തരട്ടെ. മഹദറത്തുൽ ബദരിയ ചൊല്ലി മജ്ലിസല്ലേ, എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പെണ്ണുങ്ങളെ ഭാഗത്ത് നിന്നൊക്കെ പറയണം, അള്ളാഹു കബൂലാക്കട്ടെ. റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലി എല്ലാവരും മുന്നോട്ട് വരണം. അള്ളാഹു നമ്മളെ എല്ലാവരെയും സ്വീകരിക്കട്ടെ. അവന്റെ പൊരുത്തമുള്ള മഹാന്മാരുടെ മഹബത്തും മദതുമുള്ള മജ്ലിസായി നമ്മുടെ മജ്ലിസുകളെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു നമുക്ക് വലിയ റഹ്മത്ത് ചെയ്തു തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു